ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മൽസരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ. തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്ദം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ. വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയൈമാ പുരോ വിഭുഃ നിർമായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാദാലയേശമനിശം
ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം. സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധത്തിലെ 85-ാം അധ്യായം. ദേവകീദേവി രാമകൃഷ്ണന്മാരോട് മരിച്ചുപോയതായിട്ടുള്ള തൻ്റെ 6 മക്കളെ ഒന്ന് കാണിച്ചു തരാനായിക്കൊണ്ട് അഭ്യർത്ഥിക്കുന്നതും ഭഗവാൻ അതിന് ബലരാമനോടുകൂടെ തൻ്റെ യോഗമായയെ സ്വീകരിച്ച് സുതലത്തിലേക്ക് പോകുന്നു. സുതലത്തിൽ മഹാബലിയുടെ ലോകമാണ്. മഹാബലിയാണ് അവിടെ ഇപ്പോൾ വാഴുന്നത്. ആ മഹാബലിയുടെ മക്കളായിട്ടാണ് ഈ 6 പേരും ജനിച്ചിരിക്കുന്നത്. ഭഗവാന്റെ ജ്യേഷ്ഠന്മാരായിരുന്ന 6 പേർ കംസനാൽ വധിക്കപ്പെട്ടപ്പോൾ അവർ ചെന്ന് ജനിച്ചത് മഹാബലിയുടെ പുത്രന്മാരായിട്ടാണ്. ആ 6 പുത്രന്മാരെ ഭഗവാൻ മഹാബലിയോട് ചെന്ന് ചോദിക്കുകയാണ് ഒന്ന് അമ്മയ്ക്ക് കാണിക്കാനായിട്ട്. അതിന് മഹാബലി ഭഗവാനെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് പൂജിച്ച് അവരെ കൊടുത്തയക്കുന്നതും അവരെ ദേവകീദേവി എങ്ങനെയാണോ പ്രസവിച്ചത്, കംസൻ കൊല്ലുമ്പോൾ ഏത് രൂപത്തിലായിരുന്നുവോ ആ രൂപത്തിലാക്കിയിട്ടാണ് ഭഗവാൻ കൊണ്ടുവരുന്നത്. ആ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുന്ന 6 പേരെയും കണ്ട ദേവകീദേവി ആ സ്നേഹപാശ പരവശയായി ആർദ്രഹൃദയയായി ദേവിയുടെ മുലപ്പാൽ ചുരക്കുന്നു എന്ന്. അങ്ങനെ ആ 6 പേരെയും മാറി മാറി തൻ്റെ മടിയിലിരുത്തിക്കൊണ്ട് 6 പേർക്കും സ്തന്യം പാനം ചെയ്യിക്കുന്നത് കൂടിയുണ്ട്. അത് കഴിഞ്ഞ് ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി 6 പേരും മുക്തരായി പോകുന്നതായിട്ടുള്ള കഥയാണ്. അപ്പോൾ ഇതിലൂടെ ആ ദേവകീദേവിക്ക് ഈ പറഞ്ഞ ഉപദേശങ്ങളൊന്നും മുമ്പേ വസുദേവർക്ക് കൊടുത്ത ഉപദേശങ്ങളോ അതുപോലെയുള്ള യാതൊരു തരത്തിലുള്ള ഉപദേശങ്ങളും ഫലിക്കുന്നില്ല. അതൊന്നും ഉള്ളിലേക്ക് ഇറങ്ങുന്നില്ല. എന്നാലേ ഫലിക്കുള്ളൂ. അപ്പോൾ അത് ഉള്ളിലേക്ക് ഇറങ്ങാത്തതിന് തടസ്സമായി നിൽക്കുന്നത് ആ ദേവിയുടെ ഉള്ളിലുള്ള അഗാധമായിട്ടുള്ള വേദനയാണ്. തൻ്റെ 6 കുട്ടികൾ മരിച്ച മുറിവാണ്. ആ മുറിവ് ഉണങ്ങിയാൽ മാത്രമേ ഈ വേദാന്തമൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങുള്ളൂ. നമ്മുടെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് വേദാന്തം തലയ്ക്ക് പിടിക്കില്ല, വേദാന്തം ഉള്ളിലേക്ക് ഇറങ്ങില്ല. അതുകൊണ്ടാണ് വേദാന്തം അഭ്യസിക്കാൻ ഇന്ന യോഗ്യതകളുള്ള ആളുകൾക്കേ പറ്റുള്ളൂ എന്ന് മുമ്പേ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ചിത്തശുദ്ധി ആർജിച്ചിട്ട് വേണം വേദാന്തം അഭ്യസിക്കാൻ. വേദാന്ത ശ്രവണത്തിന് ഗുരുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലാം.
വിവേകം, വൈരാഗ്യം, ശമാധി, ഷഡ്ക സമ്പത്തി, മുമുക്ഷുത്വം, ഈ ഗുണങ്ങൾ ഈ സാധന ചതുഷ്ടയ സമ്പന്നരായിട്ടുള്ള അധികാരികൾക്ക് മാത്രമേ ആത്മതത്വം ഉപദേശിച്ചിട്ട് വേണ്ട പോലെ പ്രയോജനപ്പെടുള്ളൂ. അപ്പോൾ ആ സാധന ചതുഷ്ടയ സമ്പത്തി ഇവിടെ ദേവകിക്ക് ഉണ്ടാവുന്നില്ല, ചിത്തശുദ്ധി ഉണ്ടാവുന്നില്ല. ചിത്തം അഴുക്ക് പുരണ്ടിരിക്കുകയാണ്. ഏതാണ് അഴുക്ക്? ഇവിടെ മുറിവേറ്റിരിക്കുകയാണ്, രക്തം പുരണ്ടിരിക്കുകയാണ്. ആ മുറിവ് ഉണങ്ങിയാൽ മാത്രമേ അതിൽ നിന്ന് എന്താ പറയുക, പഴുത്ത് ഒലിക്കുന്ന എല്ലാം പോകണം അല്ലേ? കുറേ കാലമായിട്ട് വിങ്ങിക്കൊണ്ടിരിക്കുന്ന പഴുത്തൊലിക്കുന്ന ഒരു വ്രണം പോലെ തന്നെയാണ്. അത് ഉണങ്ങണമെങ്കിൽ തൻ്റെ മരിച്ചുപോയ മക്കൾ അവർ എന്നേക്കുമായി ഇല്ലാതായിട്ടില്ല. ഈ മരിച്ചു പോക്ക് എന്നുള്ളത് താമസസ്ഥലം മാറ്റുന്നത് മാത്രമാണ്. ഒരു വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോകും പോലെ, ഒരു വസ്ത്രം അഴിച്ച് മറ്റൊരു വസ്ത്രം അഴിക്കും പോലെ, വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നരോപരാണി നവാനി ദേഹി. ഈ ഭഗവത്ഗീതാ ഉപദേശം അതുപോലെ ന ജായതേ നോ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാവാ ന ഭൂയഃ അജോ നിത്യ ശാശ്വതോയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ശരീരം നശിച്ചാലും ആത്മാ ഹനിക്കപ്പെടുന്നില്ല, നശിക്കുന്നില്ല എന്നുള്ളതായിട്ടുള്ള തത്വം ബോധ്യം വരണം. അത് ബോധ്യം വരുത്തി കൊടുക്കുന്ന ഒരു ലീലയാണ്, ഒരു ഡെമോൺസ്ട്രേഷൻ. ഭഗവത്ഗീതയിലെ ഈ ശ്ലോകങ്ങളെയൊക്കെ ഭഗവാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നതാണ് ഈ ദേവകിക്ക് ഈ പുത്രന്മാരെ കൊണ്ട് കൊടുക്കുന്ന ലീല. ഇത് നമുക്കുമൊക്കെ ഇതിൽ നിന്ന് പഠിക്കാവുന്നതാണ്, നമ്മളുമൊക്കെ പഠിക്കേണ്ടതാണ്. അല്ലാതെ ഭഗവാൻ ഇനിയിപ്പോൾ ഓരോരുത്തർക്കും വേണ്ടി വന്ന് അവരവരുടെ മരിച്ചുപോയ മക്കളോ ബന്ധുക്കളെയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് കാണിച്ചു തരാൻ വയ്യ ഭഗവാന്. ആളുകൾ ക്യൂവിലായിരിക്കും. അപ്പോൾ ഒരുപാട് പേർക്കുണ്ടാവും. എൻ്റെ പ്രശ്നം ആദ്യം, എൻ്റെ കുട്ടിയെ ആദ്യം കൊണ്ടുതരൂ, എൻ്റെ ഭർത്താവിനെ ആദ്യം കൊണ്ടുതരൂ, എൻ്റെ ഭാര്യയെ ആദ്യം കൊണ്ടുതരൂ, എൻ്റെ സഹോദരനെ കൊണ്ടുതരൂ, ചിലർക്ക് എൻ്റെ മുത്തശ്ശനെ കൊണ്ടുതരൂ, എൻ്റെ അച്ഛനെ കൊണ്ടുതരൂ, എൻ്റെ കാമുകിയെ കൊണ്ടുതരൂ, കാമുകനെ കൊണ്ടുതരൂ, പേരക്കുട്ടിയെ കൊണ്ടുതരൂ. ഇങ്ങനെ ക്യൂവിലായിരിക്കും ആൾക്കാർ. ഇതിൽ ആരുടെയപ്പോൾ ആദ്യം ചെയ്തു കൊടുക്കുക ഭഗവാൻ? അപ്പോൾ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ട് വന്ന് ഭഗവാൻ തീർക്കാൻ മെനക്കെടില്ല. നമ്മൾ ഇതിൽ നിന്ന്, ഇതുപോലെയുള്ളതായിട്ടുള്ള ഉദാഹരണങ്ങളിൽ നിന്ന് കാര്യം ഗ്രഹിക്കണം, കണ്ടറിയാനുള്ളതാണ് മനുഷ്യന് ബുദ്ധി. ഇതുപോലെ എന്ന് അനുമാനിക്കുക, താരതമ്യം ചെയ്യുക, ഇതൊക്കെ നമ്മുടെ ബുദ്ധിയുടെ കഴിവാണ്. അതിനാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഈ മനുഷ്യത്വമുള്ളവരായിരിക്കുക. ഈ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് അത് വേണ്ടതുപോലെ ഉള്ളിലേക്ക് ഉറപ്പിക്കുക. എന്നിട്ട് നമ്മുടെ വിഷമങ്ങളുണ്ടെങ്കിൽ ആ വിഷമങ്ങളെ മാറ്റിയെടുക്കുക. അതാണ് വേദാന്ത ശാസ്ത്രം നമുക്ക് ചെയ്യുന്നതായിട്ടുള്ള വലിയ സഹായം. വേദാന്ത ശാസ്ത്രം വേണ്ട പോലെ ഗ്രഹിച്ചാൽ പക്വതയുള്ള ആളുകൾക്ക് അത് ധൈര്യം നൽകുന്നു, തൻ്റെ ഇടം നൽകുന്നു. അവരുടെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളെയും ലാഘവത്തോടെ കാണാനുള്ളതായിട്ടുള്ള ഒരു ഗരിമ അവർക്ക് ഉണ്ടാകുന്നു. സ്വയം ഗുരുത്വമുള്ളവരാവുമ്പോഴേ പ്രശ്നങ്ങൾ നിസ്സാരങ്ങളായി കാണാൻ കഴിയുള്ളൂ. ഏത് പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിൽ നിസ്സാരമാവണമെങ്കിൽ നമ്മൾ സാരമുള്ളവരാവണം.
അത് ഈ അറിവ് കൊണ്ടാണ് ഗരിമയുള്ളവരായി മാറുക, ഗുരുത്വമുള്ളവരായി മാറുക. അങ്ങനെ എല്ലാവർക്കും ആവാൻ കഴിയട്ടെ. അതിനാണ് ഭഗവാന്റെ ഈ ലീലയെ നമ്മൾ ശ്രവിക്കുന്നത്. അപ്പോൾ നമുക്ക് വായിക്കാം. ദശമസ്കന്ധത്തിലെ 27 ശ്ലോകം മുതൽ വായിക്കാം. 85 അധ്യായത്തിലെ 27 ശ്ലോകം മുതൽ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 85തമോऽധ്യായഃ. ശ്രീശുക ഉവാച അഥ തത്ര കുരുശ്രേഷ്ഠ ദേവകീ സർവദേവതാ ശ്രുത്വാ ആനീതം ഗുരോഃ പുത്രം ആത്മജാഭ്യാം സുവിസ്മിതാ കൃഷ്ണരാമൗ സമാശ്രാവ്യ പുത്രാൻ കംസവിഹിംസിതാൻ സ്മരന്തി കൃപണം പ്രാഹ വൈക്ലവ്യാദശ്രുലോചനാ. ദേവക്യുവാച രാമ രാമ പ്രമേയാത്മൻ കൃഷ്ണ യോഗേശ്വരേശ്വര വേദാഹം വാം വിശ്വസൃജാം ഈശ്വരൗ ആദിപൂരുഷൗ കാലവിദ്വസ്തസത്വാനാം രാജ്ഞാം ഉച്ഛാസ്ത്രവർത്തിനാ ഭൂമേർഭാരായമാണാനാം അവതീർണൗ കിലാദ്യമേ യസ്യാം ശാംശാംശഭാഗേന വിശ്വോൽപത്തിലയോദയാഃ ഭവന്തി കില വിശ്വാത്മൻ തം ത്വാദ്യാഹം ഗതിം ഗദാ. ചിരാത്മൃതസുതാദാനേ ഗുരുണാ കാലചോദിതൗ ആനിന്യതുഃ പിതൃസ്ഥാനാത് ഗുരവേ ഗുരുദക്ഷിണാം തദാ മേ കുരുതം കാമം യുവാം യോഗേശ്വരേശ്വരൗ ഭോജരാജഹതാൻ പുത്രാൻ കാമയേ ദ്രഷ്ടുമാഹൃതാൻ. ഋഷിരുവാച ഏവം സഞ്ജോതിതൗ മാത്ര രാമഃ കൃഷ്ണശ്ച ഭാരത സുതലം സംവിവിശതുഃ യോഗമായാം ഉപാശ്രിതൗ തസ്മിൻ പ്രവിഷ്ടൗ ഉപലഭ്യ ദൈത്യരാട് വിശ്വാത്മദൈവം സുതരാം തദാത്മനഃ തദ്ദർശനാഹ്ലാദ പരിപ്ലുതാശയഃ സദ്യഃ സമുത്ഥായ നനാമ സന്വയഃ. തയോഃ സമാനീയ വരാസനം മുദാ നിവിഷ്ടയോസ്തത്ര മഹാത്മനോസ്തയോഃ ദധാരപാദൗ അവനിജ്യ തജ്ജലം സവൃന്ദ അബ്രഹ്മ പുനഃയദംബുഃ. സമർഹയാമാസ സതൗ വിഭൂതിഭിഃ മഹാർഹവസ്ത്രാഭരണാനുലേപനൈഃ താംബൂലദീപാമൃതഭക്ഷണാദിഭിഃ സ്വഗോത്രവിത്താത്മസമർപ്പണേന ച. സ ഇന്ദ്രസേനോ ഭഗവൽപദാംബുജം ബിഭ്രന്മുഹുഃ പ്രേമ വിഭിന്നയാ ധിയാ ഉവാജഹാനന്ദജലാകുലേക്ഷണഃ പ്രഹൃഷ്ടരോമാ നൃപ ഗദ്ഗദാക്ഷരം. ബലിരുവാച നമോനന്ദായ ബൃഹദേ നമഃ കൃഷ്ണായ വേദസേ സാംഖ്യയോഗവിധാനായ ബ്രഹ്മണേ പരമാത്മനെ. ദർശനം വാം ഹി ഭൂതാനാം ദുഷ്പ്രാപം ചാപ്യദുർലഭം രജസ്തമസ്വഭാവാനാം യന്നഃ പ്രാപ്തൗ യദൃച്ഛയാം. ദൈത്യദാനവ ഗന്ധർവാഃ സിദ്ധവിദ്യാഗ്രചാരണാഃ യക്ഷരക്ഷഃ പിശാചാശ്ച ഭൂതപ്രമദനായകാഃ വിശുദ്ധസത്വധാമ്ന്യബ്ധാ ത്വയി ശാസ്ത്രശരീരിണി നിത്യം നിബദ്ധവൈരാസ്തേ വയം ചാന്യേ ച താദൃശാഃ. കേചനോദ്ബദ്ധവൈരേണ ഭക്ത്യാ കേചന കാമതഃ ന തദാ സത്വസംരബ്ധാഃ സന്നികൃഷ്ടാസുരാദയഃ. ഇദം ഇത്തം ഇതി പ്രായഃ തവ യോഗേശ്വരേശ്വര ന വിദന്ത്യഭിയോഗേശ യോഗമായാം കുതോ വയം. തന്നഃ പ്രസീദ നിരപേക്ഷ വിമൃഗ്യ യുഷ്മത്പാദാരവിന്ദധിഷണാന്യഗൃഹാന്തകൂപാത് നിഷ്ക്രമ്യ വിശ്വശരണാംഗ്ര്യുപലബ്ധവൃത്തിഃ ശാന്തോ യതൈകൗത സർവസഖൈശ്ചരാമി. ശാദ്യസ്മാനീശിതവ്യേഷ നിഷ്പാപാൻ കുരു നഃ പ്രഭോ പുമാന്യശ്രദ്ധയാ തിഷ്ഠൻ ചോദനായാ വിമുച്യത്തെ.
ശ്രീഭഗവാനുവാച ആസന്മരീചേഃ ഷഡ്പുത്രാः ഊർണായാം പ്രഥമേന്ദരേ ദേവാഃ കം ജഹസുർവീക്ഷ്യ സുതാം യബിദുമുദ്യതം തേനാസുരീമകൻ യോനിം അധുനാവദ്യ കർമ്മണ ഹിരണ്യകശിപോർജാതാ നീതാസ്തേയോഗമായയാ ദേവക്യാ ഉദരേ ജാതാ രാജൻ കംസവിഹിംസിതാഃ സാ താൻ ശോചത്യാത്മജാൻ സ്വാൻ തേ ഇമേ അഭ്യാസതേന്ദികേ ഇതയേതാൻ പ്രണേഷ്യാമോ മാതൃശോകാപനുത്തയേ തതശ്ശാപാദ് വിനിർമുക്ത ലോകം യാസ്യന്തി വിജ്വരാഃ സ്മരോദ്ഗീതഃ പരിഷ്വംഗഃ പതംഗഃ ക്ഷുദ്രഭൃഗൃണീ ഷഡിമേ മത്പ്രസാദേന പുനർയാസ്യന്തി സദ്ഗതിം ഇത്യുക്ത്വാ താൻ സമാദായ ഇന്ദ്രസേനേന പൂജിതൗ പുനർദ്വാരവതീം ഏത്യ മാതുഃ പുത്രാൻ അയച്ഛതാം താൻ ദൃഷ്ട്വാ ബാലകാൻ ദേവി പുത്രസ്നേഹസ്നുതസ്തനീ പരിഷ്വജ്യാംഗമാരോപ്യ മൂർധ്ന്യജിഗ്രതഭീക്ഷ്ണശഃ അപായയത്സ്തനം പ്രീതാ സുതസ്പർശ പരിപ്ലുതാ മോഹിതാ മായയാ വിഷ്ണോഃ യയാ സൃഷ്ടിഃ പ്രവർത്തതേ പീത്വാമൃതം പയസ്തസ്യാഃ പീതശേഷം ഗതാവൃതഃ നാരായണാംഗസംസ്പർശ പ്രതിലബ്ധാത്മദർശനാഃ തേ നമസ്കൃത്യ ഗോവിന്ദം ദേവകീം പിതരം ബലം മിഷതാം സർവഭൂതാനാം യയുർധാമ ദിവൗകസാം തം ദൃഷ്ട്വാ ദേവകീ ദേവി മൃതാഗമന നിർഗമം മേനേ സുവിസ്മിതാമായാം കൃഷ്ണസ്യ രചിതാം നൃപ ഏവം വിധാന്യദ്ഭുതാനി കൃഷ്ണസ്യ പരമാത്മനഃ വീര്യാണ്യനന്ദവീര്യസ്യ സന്ധ്യനന്ദാനി ഭാരത സൂത ഉവാച യയിദമനുസൃണോതി ശ്രവയേദ്വാ മുരാരേഃ ചരിതമമൃതകീർത്തേർവർണിതം വ്യാസപുത്രൈഃ ജഗദഗഭിതലം തൽഭക്തസത്കർണപൂരം ഭഗവതി കൃതചിത്തോ യാതി തത്ക്ഷേമധാമ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ മൃതാഗ്രജാനയനം നാമ പഞ്ചാശീതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. നാരായണ. ഇപ്പോ വസുദേവരും ഭഗവാനും തമ്മിലുള്ള ആ ഒരു സംവാദം നമ്മൾ വിശദമായി കണ്ടു. ഭഗവാന്റെ തത്വം അറിഞ്ഞുകൊണ്ട് വസുദേവർ സ്തുതിച്ചതും അതിന് മറുപടിയായിട്ട് ഭഗവാന്റെ തത്വം മാത്രമല്ല വസുദേവരുടെ തത്വവും ഈ ദ്വാരകാവാസികളുടെ തത്വവും പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളുടെ തത്വവും ഒന്നാണ്. പരമാർത്ഥത്തിൽ ഒരേ ഒരു വസ്തുവേ ഉള്ളൂ. ആ ആത്മാ അത് ഏകമാണ്, പലതില്ല എന്നുള്ള ഉപദേശം കൊടുത്ത് അദ്ദേഹത്തെ കൃതകൃത്യനാക്കി. അപ്പോഴേ കൃതകൃത്യത ഉണ്ടാവുള്ളൂ. അങ്ങനെ വസുദേവർ സന്തോഷിച്ചു. പ്രീതമനാ അഭൂത്. നാനാത്വബുദ്ധി നശിച്ചവനായി പ്രീതമനസ്സോടുകൂടി തൂഷ്ണീം അഭൂത് എന്ന് പറഞ്ഞാണ് വസുദേവരുടെ കഥ സമർപ്പിച്ചത്. അതിനുശേഷമാണ് ദേവകി ഇവര് രാമകൃഷ്ണന്മാര് സാന്ദീപനി മഹർഷിയുടെ മൃതപുത്രനെ പിതൃലോകത്ത് നിന്ന് കൊണ്ടുവന്ന് കൊടുത്തത് കേട്ട്
ആ ദേവകി തൻ്റെ മരിച്ചുപോയ 6 മക്കളെ സ്മരിച്ചുകൊണ്ട് ഗദ്ഗത കണ്ടയായി ആ ദുഃഖത്തോടെ കണ്ണുനീർ വാർത്തുകൊണ്ട് വളരെ ദീനമായിട്ട് ഭഗവാനോട് അഭ്യർത്ഥിച്ചു. അല്ലയോ രാമ, അല്ലയോ കൃഷ്ണ, നിങ്ങൾ യോഗേശ്വരന്മാരാണ്. നിങ്ങൾ ഈ വിശ്വത്തിൻ്റെ സൃഷ്ടികർത്താക്കളായിട്ടുള്ളവർക്ക് പോലും ഈശ്വരന്മാരും ആദിപുരുഷന്മാരുമാകുന്നു. കലികാലം കൊണ്ട് അല്ലെങ്കിൽ കാലം കൊണ്ട് നശിച്ച ബലത്തോടു കൂടിയവരും വഴിതെറ്റി നടക്കുന്നവരുമായിട്ടുള്ള ഭൂമിക്ക് ഭാരഭൂതന്മാരായ രാജാക്കന്മാരെ ഉന്മൂലനം ചെയ്യാനായിക്കൊണ്ട് അവതരിച്ചവരാണ് നിങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ അംശഭാഗം കൊണ്ട് മാത്രമാണ് ഈ വിശ്വം ഉൽപ്പന്നമാകുന്നതും നിലനിൽക്കുന്നതും ലയിക്കുന്നതുമെല്ലാം എന്നും അറിയുന്നു. അങ്ങനെയുള്ള അങ്ങയെ ഞാനിതാ അല്ലെങ്കിൽ നിങ്ങളേതാ ശരണം പ്രാപിക്കുന്നു. നിങ്ങൾ മുമ്പ് നിങ്ങളുടെ ഗുരുവിനാൽ മുമ്പേ മരിച്ചുപോയ ആ പുത്രനെ കൊണ്ടുവരാനായിക്കൊണ്ട് ആവശ്യപ്പെട്ടപ്പോൾ പിതൃസ്ഥാനത്തിൽ നിന്ന് ഗുരുദക്ഷിണയായിട്ട് ആ ഗുരുവിനായിക്കൊണ്ട് ആനിന്യദുഹു 2 പേരും കൂടി ആനയിച്ചു കൊണ്ട് കൊടുത്തു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ യോഗേശ്വരേശ്വരന്മാരായ നിങ്ങൾ 2 പേരും കൂടി എൻ്റെ ആഗ്രഹവും ഒന്ന് സാധിച്ചു തരണം. ആ ഭോജരാജാവായ കംസനാൽ വധിക്കപ്പെട്ടവരായ എൻ്റെ കുട്ടികളെ നിങ്ങളാൽ കൊണ്ടുവരപ്പെട്ടവരായി കാണാൻ ആഗ്രഹിക്കുന്നു. പുത്രാൻ കാമയെ ദ്രഷ്ടും ആഹൃതാൻ. അപ്പോൾ ആഹൃതരായ പുത്രന്മാരെ ദ്രഷ്ടും കാമയെ കാണുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ആ അമ്മയാൽ പ്രേരിതരായ രാമകൃഷ്ണന്മാർ സുതലം സംവിവിശതുഹു യോഗമായാമുപാശ്രിതം. ഇവിടെ ഭഗവാൻ തൻ്റെ ആ വൈഭവം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ എന്ന് പറയാം. എന്താ, ആരോടും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എവിടെയുണ്ട് എന്ന്. മറ്റത് സാന്ദീപനിയുടെ പുത്രൻ മരിച്ചപ്പോൾ ആദ്യം പ്രഭാസം എന്ന ആ സമുദ്രതീരത്തിൽ ചെന്ന് അവിടെ ചെന്ന് പഞ്ചജനൻ എന്ന അസുരനെ വധിക്കുകയാണ്. ആ പഞ്ചജനാണ് ഈ കുട്ടിയെ വിഴുങ്ങിയത്. അപ്പോൾ അവിടേക്കാണ് ചെന്നത്. പിന്നെ പഞ്ചജനൻ്റെ കയ്യിലില്ല എന്ന് കണ്ടപ്പോഴാണ് യമലോകത്തേക്ക് പോയത്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ആ യോഗേശ്വരന്മാർ തന്നെയാണ് എന്നുള്ള ഭാവത്തെ ഉറപ്പിച്ചുകൊണ്ട് യാതൊരു സംശയവും കൂടാതെ നേരെ പോകുന്നത് മഹാബലിയുടെ അടുത്തേക്കാണ്. അവിടെ ഉണ്ട് എന്ന് കൃഷ്ണന് മാത്രമേ അറിയുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. വേറെ ആർക്കും അറിയുകയുമില്ല. കൃഷ്ണനെ പോലെയുള്ള മഹാത്മാക്കൾക്ക് അറിഞ്ഞു എന്ന് വരാം, എങ്കിലും ആരും അതിനെക്കുറിച്ച് ആലോചിച്ചു കാണില്ല. ഭഗവാന് എല്ലാം അറിയാം. അപ്പോൾ അവിടെ പ്രവേശിച്ചതായിട്ടുള്ള സമയത്ത് ആ ദൈത്യരാജാവ് വിശ്വത്തിൻ്റെ ആത്മാവും ദൈവവുമായിരിക്കുന്ന, അതുപോലെ തൻ്റെയും എല്ലാമായിരിക്കുന്ന ഭഗവാനെ കണ്ട് തദ്ദർശനാഹ്ലാദ പരിപ്ലുതാശയ, ഭഗവാനെ കണ്ടതിലുള്ള ആഹ്ലാദം കൊണ്ട് നിറഞ്ഞ മനസ്സോടുകൂടി, നിറഞ്ഞൊഴുകുന്ന മനസ്സോടുകൂടിയിട്ട് വേഗം എഴുന്നേറ്റ് തൻ്റെ അന്വയത്തോടുകൂടെ എല്ലാവരുമായി ചേർന്ന് ഭഗവാനെ ചെന്ന് നമസ്കരിച്ചു. ഭഗവാന് ആസനം കൊടുത്ത് 2 പേരെയും ഇരുത്തി അവരുടെ കാലുകളെ കഴുകി ആ തീർത്ഥത്തെ വീണ്ടും ശിരസാധരിച്ചു. വീണ്ടും എന്ന് പറയാൻ കാരണം മുമ്പ് വാമനാവതാരത്തിൽ ധരിച്ചത് ഇവിടെ കൃഷ്ണരാമന്മാരുടെ പാദങ്ങളെയും കഴുകിയ വെള്ളം ശിരസിൽ ധരിക്കാനുള്ള ഭാഗ്യം ആ മഹാബലിക്ക് ഉണ്ടായി. എത്ര ശ്രേഷ്ഠനാണ് അദ്ദേഹം! അങ്ങനെ എല്ലാ രീതിയിലും വസ്ത്രം കൊണ്ടും ആഭരണങ്ങളും കൊണ്ടും അനുലേപനങ്ങൾ കൊണ്ടും താമ്പൂലാദി ദീപ അമൃത ഭക്ഷണം ഇതെല്ലാം കൊണ്ട് പൂജിച്ചു. തന്നെ സമർപ്പിച്ചു, തൻ്റെ സർവസ്വവും സമർപ്പിച്ചു. സ്വഗോത്രവിത്ത ആത്മസമർപ്പണേനച്ച എല്ലാം ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രേമഗദ്ഗതമായ മനസ്സും ബുദ്ധിയോടും കൂടി ആനന്ദാശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളോടുകൂടി രോമാഞ്ച കളേബരനായിക്കൊണ്ട് ഗദ്ഗദാക്ഷരം ആ ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞ് ഭഗവാനെ നമസ്കരിക്കുന്നു. നമോനന്ദായ ബൃഹതേ നമഃ കൃഷ്ണായ വേദസേ
സാഖ്യയോഗവിതാനായ ബ്രഹ്മണേ പരമാത്മനേ. പ്രവൃത്തി നിവൃത്തി ധർമ്മങ്ങളെ ലോകത്തിന് നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്ന ആ വിധാതാവും പരമാത്മാവും ബ്രഹ്മവും ബൃഹത്തും അനന്തനും എല്ലാമായ കൃഷ്ണനായ അങ്ങേക്ക് നമസ്കാരം. നിങ്ങളെപ്പോലെയുള്ളവരുടെ ദർശനം എല്ലാ ഭൂതങ്ങൾക്കും ദുഷ്പ്രാപമാണ്, എന്നാൽ ഭക്തന്മാർക്ക് അതുർലഭവും ആണ്. രജസ്തമ സ്വഭാവാനാം ദുഷ്പ്രാപം. സത്വഗുണപ്രധാനികളായിട്ടുള്ളവർക്ക് അതുർലഭം എന്ന് പറഞ്ഞാൽ ദുർലഭമല്ല. അങ്ങനെയുള്ള നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നു. എതിർച്ചയ ഞങ്ങളുടെ ഭാഗ്യം. വാസ്തവത്തിൽ ഭഗവാനിൽ നിന്ന് വിമുഖരായിട്ടുള്ള ആളുകളാണ് ദൈത്യ ദാനവ ഗന്ധർവ സിദ്ധ വിദ്യാധര ചാരണന്മാര്, യക്ഷന്മാര്, രക്ഷസുകൾ, പിശാചുക്കൾ, ഭൂതപ്രമദ നായകന്മാര്. അവർക്കൊന്നും ഭഗവത് ദർശനം ഈസിയല്ല. അങ്ങ് വിശുദ്ധ സത്വന്മാരായിട്ടുള്ള അല്ലെങ്കിൽ സ്വയം വിശുദ്ധ സത്വാത്മാവാണ്, ശാസ്ത്ര ശരീരം ധരിച്ചിരിക്കുന്നവനാണ്. അങ്ങനെയുള്ള അങ്ങയുടെ നേരെ എപ്പോഴും വൈരം വച്ചിരിക്കുന്നതായിട്ടുള്ള ഞങ്ങളെപ്പോലെയുള്ള അസുരാദികൾക്ക് എങ്ങനെ അങ്ങയെ കാണാനാണ്? എന്നിട്ടും വൈരമുള്ള പലർക്കും അങ്ങ് ദർശനം കൊടുത്തു, കാമമുള്ള പലർക്കും ദർശനം കൊടുത്തു. സത്വഗുണം പ്രധാനികളായിട്ടുള്ളവർക്ക് പോലും അത്ര ഈസിയായിട്ട് ദർശനം കൊടുക്കുന്നുമില്ല. ഇതൊക്കെ അങ്ങയുടെ ലീലകളാണ്. അപ്പം അങ്ങയുടെ മായ, അതിൻ്റെ പ്രഭാവം അത് ഇന്നത് മാതിരി ഇപ്രകാരം ഇരിക്കുന്നത് എന്ന് വലിയ വലിയ ആളുകൾ പോലും, യോഗേശന്മാർ പോലും ന വിദന്തി. അപ്പോൾ പിന്നെ കുതോ വയം, ഞങ്ങൾ എങ്ങനെ അറിയാനാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ നേരെ പ്രസാദിച്ചാലും നിരപേക്ഷന്മാരാൽ മാർഗണം ചെയ്യപ്പെടുന്നതാണ് നിങ്ങളുടെ പാതാരവിന്ദം. അവരുടെ ദിഷണ, അവരുടെ ബുദ്ധി കൊണ്ട് നിങ്ങളുടെ പാതാരവിന്ദത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള അതിൽ നിന്ന് അന്യമായിരിക്കുന്ന ഗൃഹാന്ത കൂപമാണ് ഞങ്ങളൊക്കെ കിടക്കുന്നത്. അങ്ങയെക്കുറിച്ച് ചിന്തിക്കാത്ത മൂഢന്മാരായിട്ടുള്ള ഞങ്ങളെല്ലാം പതിച്ചു കിടക്കുന്നത് ഗൃഹമാകുന്ന അന്ധകൂപത്തിലാണ്. അങ്ങനെയുള്ള ആ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ പുറത്തേക്ക് കിടക്കാനായിക്കൊണ്ട് അനുഗ്രഹിച്ചാലും അങ്ങയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, അങ്ങയെക്കുറിച്ച് കീർത്തിച്ചുകൊണ്ട്, ശാന്തനായിക്കൊണ്ട്, ഏകനായിക്കൊണ്ട് സഞ്ചരിക്കുവാനായിക്കൊണ്ട് അനുഗ്രഹിച്ചാലും, അല്ലയോ ഈശിതവ്യേശ, ഈശിതവ്യന്മാരുടെ എല്ലാം ഈശനായിരിക്കുന്നവനെ ഞങ്ങളെ വേണ്ട പോലെ അനുശാസിച്ചാലും, ഷാദി അസ്മാൻ, ഞങ്ങളെ നിഷ്പാപാൻ കുരു, പാപരഹിതരാക്കി ചെയ്താലും, ഏതൊന്ന് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, ഏതൊന്നിൽ ശ്രദ്ധയോടുകൂടിയിട്ട് ഒരു പുരുഷൻ ചോദനായാഹ വിമുച്യത്തെ, അങ്ങയുടെ തന്നെ ചോദനയായ ധർമ്മശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങളിൽ നിന്ന് പോലും മുക്തരായിത്തീരാൻ സാധിക്കുന്നത് മാതിരി എന്ന് പറഞ്ഞാൽ സർവശാസ്ത്രങ്ങളും നമ്മളെ ബന്ധിക്കുന്നതാണ്, നമ്മൾക്ക് വിഷമമുണ്ടാക്കുന്നതാണ്, പരിമിതപ്പെടുത്തുന്നതാണ്. ആ ശാസ്ത്ര ബന്ധനങ്ങളിൽ നിന്ന് പോലും മുക്തരാക്കാൻ അനുഗ്രഹിച്ചാലും, അവധൂതന്മാരെ പോലെ ശാസ്ത്രങ്ങൾക്കും അതീതരായി തീരാനായിക്കൊണ്ട്, നിർവേദം പ്രാപിക്കാനായിക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചാലും. ഇങ്ങനെ മഹാബലി ഭഗവാനോട് പ്രാർത്ഥിച്ചു. മഹാബലിയോട് ഭഗവാൻ എന്താ പറയണത് നോക്കാം. ഇതുവരെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. നാരായണ. ശ്രീഭഗവാനുവാച ആസന്മരീചേഃ ഷട്പുത്രാः
ഊർണായാം പ്രഥമേന്തരേ ദേവാക്കം ജഹസുർവീക്ഷ്യ സുതാം യപിതും ഉദ്യതം. ശ്രീഭഗവാനുവാച ആസന്മരീചേഃ ഷട്പുത്രാഃ ഊർണായാം പ്രഥമേന്തരേ ദേവാക്കം ജഹസുർവീക്ഷ്യ സുതാം യഭിതുമുദ്യതം. അപ്പോ ഭഗവാൻ വന്ന കാര്യം അവതരിപ്പിക്കാൻ പോവുകയാണ്. എന്താണ് വന്ന കാര്യം? മഹാബലിയുടെ 6 മക്കൾ തൻ്റെ അമ്മ പ്രസവിച്ച 6 മക്കളായിരുന്നു. ഇവരുടെ പൂർവ്വജന്മം അങ്ങനെ ആയിരുന്നു. പിന്നീടാണ് മഹാബലിയുടെ പുത്രന്മാരായി, വിന്ധ്യാവലിയുടെ പുത്രന്മാരായി ഒക്കെ ജനിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവരെ സംബന്ധിച്ച അവരുടെ പൂർവ്വകഥ പറയുകയാണ്. അവർക്ക് ഒരു ശാപം കൊണ്ടാണ് അവർ വന്ന് 3 ജന്മങ്ങളെടുത്തത്. ആ ശാപകഥയാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ അവരുടെ ജന്മത്തെക്കുറിച്ച് പറയുകയാണ്. അവര് മരീചി എന്ന് പറയുന്ന പ്രജാപതിയുടെ പുത്രന്മാരായിരുന്നു. ഊർണ എന്നായിരുന്നു അമ്മയുടെ പേര്. അപ്പൊ മരീചി എന്ന പ്രജാപതിക്ക് ഊർണ എന്ന പത്നിയിൽ ഉണ്ടായ 6 കുട്ടികളാണ് ഇവര്. പിന്നീട് ബ്രഹ്മാവിന്റെ ശാപം കൊണ്ടാണ് അവർ ഹിരണ്യകശിപുവിന്റെ പുത്രന്മാരായി അസുരന്മാരായി ജനിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് അവര് ദേവകിയുടെ പുത്രന്മാരായി ജനിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കംസൻ വധിച്ച ശേഷം അവർ ചെന്ന് ജനിച്ചത് മഹാബലിയുടെ പുത്രന്മാരായിട്ട്. അപ്പോൾ ഈ കണക്ഷൻ പറയുകയാണ് ആദ്യം. അപ്പോൾ ഇതിലൂടെയും ഭഗവാൻ ഗീത തന്നെയാണ് പറയുന്നത്. ഒരു ജീവന്റെ വിവിധ യോനികളിലേക്കുള്ള ഗമനം യാദൃച്ഛികമായി എവിടുന്നെങ്കിലും പൊട്ടി ഉണ്ടാകുന്നതല്ല ആരും. ഭഗവാൻ ഗീതയിൽ അർജുനനോട് തന്നെ തുറന്ന് പറയുന്നുണ്ട്. ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേത്ത പരന്തപ. ഗീത കേട്ടിട്ടില്ലേ? ഗീത പഠിച്ചിട്ടില്ലേ? എന്താ പറഞ്ഞത്? ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന. ഹേ അർജുന, ബഹൂനി ജന്മാനി മേ വ്യതീതാനി തവച അർജുന. എനിക്കും നിനക്കും അനേക ജന്മങ്ങൾ കഴിഞ്ഞുപോയി അർജുന. താനി അഹം വേദ സർവാണി, താനി സർവാണി അഹം വേദ, അവയെല്ലാം ഞാൻ അറിയുന്നു. നത്വം വേത്ത പരന്തപ, നീ എത്ര ശക്തനായിക്കോട്ടെ ഈ രഹസ്യം നിനക്ക് നല്ലതുപോലെ അറിയില്ല. നത്വം വേത്ത, യു ഡോണ്ട് നോ, ഐ നോ എവറിത്തിങ്. അപ്പോൾ സർവജ്ഞനായിട്ടുള്ള ഭഗവാൻ ആര് ഏതൊക്കെ യോനികളിലൂടെ കടന്നു വരുന്നു, ഏതൊക്കെ ജന്മങ്ങളെടുക്കുന്നു, ഇതെല്ലാം അറിയുന്നവനാണ് ഭഗവാൻ. ഭഗവാന്മാർക്ക് ഇതറിയാൻ കഴിയുകയുമുള്ളൂ, അല്ലേ? അതാണ് ഭഗവാൻ എന്ന ശബ്ദത്തിന് മറ്റൊരു നിർവചനം പറയുമ്പോൾ ഉൽപ്പത്തിം ച വിനാശം ച ഭൂതാനാം ആഗതിം ഗതിം വേത്തി വിദ്യാം അവിദ്യാം ച സവാച്യോ ഭഗവാനിതി. എല്ലാ ഭൂതങ്ങളുടെയും ഉൽപ്പത്തിയും വിനാശവും, ആഗതിം ഗതിം വരവിനെയും പോക്കിനെയും, വിദ്യയെയും അവിദ്യയെയും എല്ലാം ആരറിയുന്നുവോ സവാച്യോ ഭഗവാൻ ഇതി. അതെല്ലാം അറിയുന്ന, എല്ലാ കാലത്തും നടക്കുന്ന, സർവവും അറിയുന്ന സർവജ്ഞനായിട്ടുള്ളൊരു മഹാത്മാവിനെ ഭഗവാൻ എന്ന് വിളിക്കാം. ഇവിടെ ഭഗവാൻ ആ അർത്ഥത്തിലും ഭഗവാൻ തന്നെയാണ്. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, ഈ ഗുണങ്ങൾ ഭഗങ്ങളാണ്. ഈ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് ഭഗവാൻ എന്ന അർത്ഥത്തിലും ഈ പറഞ്ഞ ഉൽപ്പത്തിം ച വിനാശം ച ഭൂതാനാമാഗതിം ഗതിം വ്യക്തി വിദ്യാം അവിദ്യാം ച സവാച്യോ ഭഗവാൻ ഇതി എന്നർത്ഥത്തിലും ഇവിടെ ഭഗവാൻ തന്നെയാണ്. തനിക്ക് 2 കാര്യങ്ങളും ചേരും.
രണ്ട് ഡെഫിനിഷനും തന്നിൽ ഫിറ്റായിരിക്കും. അതുകൊണ്ട് ഭഗവത് ശബ്ദസ്യ മുഖ്യ ആശ്രയോസി അല്ലേ മേൽപ്പത്തൂര് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പൂർവജന്മങ്ങളെക്കുറിച്ചും എല്ലാം അറിയുന്ന ആളാണ് ഭഗവാൻ. അതിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. ബഹൂനിമേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേത്ത പരന്തപ. ഈ ശ്ലോകം വെറുതെ പ്രസംഗിച്ചതല്ല ഭഗവാൻ, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നു. ഇതാ മഹാബലിയോട് പറയണ്, പ്രഥമേ അന്തരേ മരീചേഹേ ഊർണായാം ഷഡ്പുത്രാഹ ആസന്ന്. പ്രഥമേ അന്തരേ, പ്രഥമേ അന്തരേ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മന്വന്തരത്തിൽ. ഇപ്പോഴത് ഏത് മന്വന്തരം? ഈ ഭഗവാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വൈവസ്വത മന്വന്തരത്തിലെ ദ്വാപരയുഗത്തിൽ 28ാമത്തെ ദ്വാപരയുഗത്തിലാണ്. അത് കഴിഞ്ഞ കലിയുഗത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രഥമേ അന്തരേ എന്ന് പറഞ്ഞാൽ സ്വയംഭുവേ അന്തരേ എന്നർത്ഥം. സ്വയംഭുവ മന്വന്തരത്തിൽ മരീചേഹേ ഊർണായാം ഷഡ്പുത്രാഹ ആസന്ന്. മരീചിക്ക്, മരീചി എന്നത് പ്രജാപതിയായിരുന്നു. അദ്ദേഹം ആരാണ്? ബ്രഹ്മദേവന്റെ മനസ്സിൽ നിന്നുണ്ടായ പ്രജാപതി. നമ്മുടെ കശ്യപന്റെ അച്ഛനാണ്. കശ്യപന്റെ അച്ഛനാണ് മരീചി, ബ്രഹ്മദേവന്റെ മനസ്സിൽ നിന്നുണ്ടായ പ്രജാപതി. ആദ്യത്തെ 9 പേരിൽ മരീചി, അത്രി, പുലഹൻ, പുലസ്ത്യൻ, വസിഷ്ഠൻ, ക്രതു മുതലായിട്ട് 9 പേരെ പറഞ്ഞു. പിന്നീട് നാരദനും ദക്ഷനടക്കം. അപ്പൊ അതിൽ പെട്ടതാണ് ഈ മരീചി. അപ്പൊ ആ മരീചേഹെ ഊർണ എന്ന ഭാര്യയിൽ ഷഡ്പുത്രാഹ ആസൻ, 6 പുത്രന്മാരുണ്ടായിരുന്നു. ദേവാഹ സുതാം യഭിതും ഉദ്യതം ഖം വീക്ഷ്യ ജഹസുഹു. ഇവിടെ കം എന്ന് പറഞ്ഞാൽ കഹ എന്നത് ബ്രഹ്മദേവന്റെ പര്യായ ശബ്ദമാണ്. പ്രജാപതിമാരുടെ ഒക്കെ പര്യായ ശബ്ദമാണ് കഹ. കഹ എന്നാൽ ബ്രഹ്മ, കഹ എന്നാൽ പ്രജാപതി. ദക്ഷനെ കഹ എന്ന് പറയാം, കശ്യപ പ്രജാപതിയെ കഹ എന്ന് പറയാം, മരീചിയെ കഹ എന്ന് പറയാം, ബ്രഹ്മദേവനെ കഹ എന്ന് പറയാം. ആ ബ്രഹ്മാവിൻ്റേതായതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തെ കായം എന്നും പറയുന്നത്. കസ്യ ബ്രഹ്മണഃ ഇതം. ആ ബ്രഹ്മാവിൻ്റേതാണ്, സൃഷ്ടിയാണ് ഈ ശരീരങ്ങൾ, നമ്മുടെയൊക്കെ ശരീരങ്ങൾ. അതുകൊണ്ടാണ് ഇതിന് കായം എന്ന് പറയുന്നത്. അപ്പോ കഹ എന്ന ശബ്ദത്തിന് പ്രജാപതി, ബ്രഹ്മദേവൻ എന്നൊക്കെ അർത്ഥമാണ്. നമ്മൾ സർവനാമ ശബ്ദത്തിൽ ചോദ്യം ആണത്, ആര് എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ സർവനാമ ശബ്ദ അർത്ഥമല്ല, ഒരു പർട്ടിക്കുലർ പേഴ്സണെ സൂചിപ്പിക്കുന്ന നാമമാണ് കഹ എന്നുള്ളത് ഇവിടെ ബ്രഹ്മാവിനെ സൂചിപ്പിക്കുമ്പോൾ. മറ്റേത് നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ആര് എന്ന് ചോദിക്കാനും കഹ എന്ന് പ്രയോഗിക്കും. അപ്പൊ എന്തായാലും അതിൽ ദ്വിതീയാണ് കം, ബ്രഹ്മദേവനെ. ബ്രഹ്മദേവൻ എന്ത് ചെയ്തു ആ സമയത്ത്? ബ്രഹ്മദേവൻ സുതാം യബിതും ഉദ്യതം കം വീക്ഷ്യ ജഹസുഹു. സുതാം യബിതും, സുതയെ പ്രാപിക്കുവാനായിക്കൊണ്ട് ഉദ്യതം, ഉദ്യമിക്കുന്നവനായ ബ്രഹ്മദേവനെ നോക്കിക്കൊണ്ട് വീക്ഷ്യ ജഹസുഹു, ജഹസുഹു പരിഹസിച്ചു, ഹസിച്ചു. ഏകവചനം ജഹാസ, ഇവിടെ ജഹസദുഹു, ജഹസുഹു. ഇവരെല്ലാവരും കൂടി ചിരിച്ചു. ഇവരെ ദേവന്മാരെന്ന് വിളിച്ചിരിക്കുകയാണ്. മരീചിയുടെ പുത്രന്മാരായ 6 ദേവന്മാരായിരുന്നു ഈ പുത്രന്മാര്. അപ്പൊ അവർ 6 പേരും ബ്രഹ്മദേവനെ പരിഹസിച്ചു. എപ്പോഴാണത്? ബ്രഹ്മദേവനിൽ നിന്ന് സരസ്വതീ ദേവി ആവിർഭവിച്ചു അല്ലെ. ബ്രഹ്മദേവൻ തന്നിൽ നിന്ന് തന്നെയാണ് സരസ്വതീ ദേവിയെ, വാഗ്ദേവിയെ സൃഷ്ടിച്ചത്. ആ വാഗ്ദേവിയെ കണ്ടപ്പോൾ, വാഗ്ദേവിയുടെ സൗന്ദര്യമെല്ലാം കണ്ടപ്പോൾ
ആ തൻ്റെ പുത്രീ സ്ഥാനത്തുള്ളതായിട്ടുള്ള വാഗ്ദേവിയെ ആലിംഗനം ചെയ്യാനായിക്കൊണ്ട് പുണരുവാനായിക്കൊണ്ട് പുറകെ ഓടി. അപ്പോഴാണ് ഇവരെല്ലാവരും പരിഹസിച്ച് ചിരിച്ചത്. അപ്പോൾ പിതാമഹനെ പരിഹസിച്ച പേരക്കുട്ടികളാണ്. മരീചിയുടെ മക്കളെന്ന് പറയുമ്പോൾ ബ്രഹ്മദേവന്റെ പേരക്കുട്ടികളാണ്. അങ്ങനെ പിതാമഹനെ പരിഹസിച്ചതായിട്ടുള്ള ആ പേരക്കുട്ടികളെ പിതാമഹൻ ശപിച്ചു. നിങ്ങൾ ഇവിടെ ഇരിക്കാനുള്ള യോഗ്യതയില്ല, ബ്രഹ്മലോകത്തൊന്നും നിങ്ങൾക്ക് യോഗ്യതയില്ല. കാരണം അവിടെ ഇരിക്കുന്നവർക്ക് ബ്രഹ്മദേവൻ എന്തുകൊണ്ട് സരസ്വതിയെ പ്രാപിക്കാൻ ചെന്നു എന്നുള്ളതൊക്കെ മനസ്സിലാവും. അത്രയും ഉയർന്ന നിലവാരമുള്ള ആളുകൾക്കേ അതൊക്കെ മനസ്സിലാവുള്ളൂ. അല്ലാതെ പ്രാകൃതന്മാരായിട്ടുള്ള ആളുകൾക്ക് ഈ കഥയൊക്കെ കേട്ടാൽ ഒരു വൾഗറായിട്ടുള്ളൊരു കഥയായിട്ട് തോന്നും. അപ്പം അത് മനസ്സിലാക്കണമെങ്കിൽ ബ്രഹ്മലോകത്തിരിക്കാനുള്ള ഒരു യോഗ്യത വരണം, ആ തലത്തിലെത്തണം. ആ തലത്തിലെത്താത്തത് കൊണ്ടാണ് അവരെ പരിഹസിച്ചത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കാൻ യോഗ്യരല്ല, നിങ്ങളുടെ സ്വഭാവം വെച്ച് ആസുരീ യോനിയെ പ്രാപിച്ചാലും എന്ന് ബ്രഹ്മദേവൻ അവരെ ശപിച്ചു എന്നാണ് കഥ. അപ്പോൾ ചിരിച്ചു. അപ്പോൾ തേന ആസുരീം അഗമൻ യോനിം അധുനാവദ്യകർമ്മണ ഹിരണ്യകശിപോർജാത നീതാസ്തേ യോഗമായയാം. അപ്പോ തേന ആസുരീമഗമൻ യോനിം അധുനാവദ്യകർമ്മണാം ഹിരണ്യകശിപോർജാത നീതാസ്തേ യോഗമായയാം. തേന അവദ്യകർമ്മണ, അവദ്യകർമ്മം ദോഷകർമ്മം. അവദ്യം എന്ന് പറഞ്ഞാൽ ദോഷം, പാപം എന്നൊക്കെ അർത്ഥം. അനവദ്യം എന്ന് പറഞ്ഞാൽ പാപരഹിതം, ദോഷരഹിതം. സാധാരണ പ്രയോഗിക്കുക അനവദ്യം എന്നുള്ള പദമാണ്. ഇവിടെ ആ അനവദ്യം എവിടുന്ന് വന്നതാണ്? അവദ്യ പദത്തിന്റെ മുമ്പിൽ അനു ചേർത്തപ്പോഴാണ് അനവദ്യം വന്നത്. നമ്മൾക്ക് അറിയാവുന്നത് അനവദ്യമാണ്. അവദ്യം സാധാരണ പ്രയോഗിക്കാറില്ല. ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നു അവദ്യകർമ്മണ. അവദ്യകർമ്മണ പാപകർമ്മണ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റാണ് അനവദ്യകർമ്മണ, പാപരഹിതമായ കർമ്മം കൊണ്ട്. ഇവിടെ പാപകർമ്മം കൊണ്ട്. അവദ്യകർമ്മണ ആസുരീം യോനിം അഗന്ന്. ഇവര് ആസുരീ യോനിയെ ഗമിച്ചു. ഹിരണ്യകശിപോഹോ ജാതാഹ. ഹിരണ്യകശിപുവിൽ നിന്ന് ജാതരായി. അപ്പൊ പ്രഹ്ലാദന്റെ സഹോദരന്മാരായിട്ട് പിന്നീട് ജനിക്കുകയാണ് ഇവര് 6 പേര്. ഹിരണ്യകശിപുവിൽ നിന്ന് ജാതരാവുന്നുണ്ട്. അപ്പോൾ ഹിരണ്യകശിപുവിന്റെ മക്കളിൽപ്പെട്ടതാണ്, പ്രഹ്ലാദന്റെ സഹോദരന്മാരിൽപ്പെട്ടതാണ് ഈ പറഞ്ഞ 6 പേര്. ജാതാഹ. അധുന എന്ന് മുമ്പേ പറഞ്ഞത് ഇവിടേക്ക് എടുക്കുകയാണ്. അധുന യോഗമായ തേ നീതാഹ. അധുന ഇപ്പോൾ യോഗമായ പ്രഭാവം കൊണ്ട്, ശക്തി കൊണ്ട് അവര് അവിടുന്ന് പിന്നീട് വേറെ ഭാഗത്തേക്ക് നയിക്കപ്പെട്ടു. അപ്പൊ എവിടേക്കൊക്കെ നയിക്കപ്പെട്ടു? ദേവക്യാ ഉദരേ ജാത. ഇവിടെ അധുന എന്ന് പറയുന്നത് വർത്തമാനേ, മന്വന്തരേ, ദ്വാപരയുഗേ എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാതെ അറ്റ് പ്രസന്റ് എന്നുള്ള നൗ എന്നുള്ള അർത്ഥത്തിലല്ല. ആ യുഗത്തിൽ എന്നുള്ള അർത്ഥത്തിലെടുത്താൽ മതി. ആ ഒരു മന്വന്തരത്തിൽ, വൈവസ്വത മന്വന്തരത്തിൽ. മറ്റത് സ്വയംഭൂ മന്വന്തരത്തിലാണ് ഇത് സംഭവിച്ചത്. ഇപ്പൊ വൈവസ്വത മന്വന്തരത്തിൽ അവര് നയിക്കപ്പെട്ടു. യോഗമായ കൊണ്ട് എവിടേക്ക് നയിക്കപ്പെട്ടു? ദേവക്യ ഉദരേ ജാതാം രാജൻ കംസവിഹിംസിതാഃ സാതാൻ ശോചത്യാത്മജാൻ സ്വാംസ്തേ ഇമേധ്യാസതന്തിതേ. ദേവക്യ ഉദരേ ജാത രാജൻ കംസവിഹിംസിതാഃ സാതാൻ ശോചത്യാത്മജാൻ സ്വാംസ്തേ ഇമേധ്യാസതന്തിതേ. സാതാൻ ശോചത്യാത്മജാൻ സ്വാൻ
അവിടെ പിരിക്കാം. തേയിമേധ്യാസതേന്തിമേ അന്തിതേ. അപ്പോൾ ഹേ രാജൻ, അല്ലയോ മഹാബലി രാജാവേ, പിന്നീട് യോഗമായാൽ ദേവക്യാഹ ഉദരേ ജാതാഹ. യോഗമായ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ നടത്തുന്ന ഈശ്വര ശക്തി തന്നെയാണ്. ആ ഈശ്വര നിയോഗത്താൽ, ഈശ്വര ശക്തി കൊണ്ട്, ഈശ്വരേച്ഛ കൊണ്ട് അവർ പിന്നീട് ദേവക്യാഹ ഉദരേ ജാതാഹ, ദേവകിയുടെ ഉദരത്തിൽ വന്ന് ജാതരായി. അതാണ് കീർത്തിമാൻ മുതലായിട്ട് 6 മക്കളായി ജനിച്ചു. കംസവിഹിംസിതാഹ, അത് കഴിഞ്ഞ് അവര് കംസവിഹിംസിതാഹ, കംസനാൽ വിശേഷേണ ഹിംസിതാഹ തേ, ആ 6 പേരും കംസനാൽ കൊല്ലപ്പെട്ടവരായി. അത് കഴിഞ്ഞിട്ടോ സാ സ്വാൻ താൻ ശോചതി. സാ ദേവകി, അവൾ താൻ തൻ്റെതായി അല്ല, അതെ, സ്വാൻ ആത്മജാൻ താൻ പ്രതി ശോചതി. സ്വകീയങ്ങളായ ആ പുത്രന്മാരെ കുറിച്ച് ഇപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ കംസനാൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള തൻ്റെ മക്കളെ കുറിച്ച് ഓർത്ത് ആ ദേവകീദേവി ഇപ്പോഴും ശോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇമേ തേ അന്തി അധ്യാസത്തെ. അതിനിപ്പോ എന്നടുത്ത് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഏതോ മരീചിയുടെ മക്കള്, ഹിരണ്യകശിപുവിന്റെ മക്കള്, പിന്നീട് ദേവകിയുടെ മക്കൾ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നെന്തപ്പോ ഭാഗവത കഥ പറയാൻ വന്നതാണോ? പറഞ്ഞതിന് കാര്യമുണ്ട്. അവരെ അങ്ങയുടെ അന്തി ഇപ്പോ അങ്ങയുടെ സമീപത്തിലാണ്. തേ അന്തി അധ്യാസതേ ഇമേ, അവര് തേ അന്തി അധ്യാസതേ, ഇപ്പൊ അങ്ങയുടെ സമീപത്താണ് അധിവസിക്കുന്നത്. അങ്ങയുടെ പുത്രന്മാരായിട്ടാണ് അവര് ഇപ്പോ ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. അതാണ് പറഞ്ഞു വന്നത് എന്ന് കണക്ട് ചെയ്യണം. ഇത്രയും നേരം ഒരു കഥ പറയുമ്പോൾ വായും പൊളിച്ച് കേട്ടോണ്ടിരിക്കുകയായിരുന്നു മഹാബലി. ഇപ്പോ എന്താ കഥയ്ക്ക് ഇവിടെ പ്രസക്തി എന്നുള്ളത് കണക്ട് ചെയ്തു. ഇതഃപുത്ര ഇത ഏതാൻ പ്രണേഷ്യാമോ മാതൃശോകാപനുത്തയേ തതശാപാദ് വിനിർമുക്ത ലോകം യാസ്യന്തി വിജ്വരാഹ. ഇത ഏതാൻ പ്രണേഷ്യാമോ മാതൃശോകാപനുത്തയേ തതശാപാദ് വിനിർമുക്ത ലോകം യാസ്യന്തി വിജ്വരാഹ. ഇതഃ ഇവിടെ നിന്ന് ഏതാൻ പ്രണേഷ്യാമോ, ഏതാൻ ഇവരെ 6 പേരെ അഹം പ്രണേഷ്യാമഹ, അല്ലെങ്കിൽ വയം പ്രണേഷ്യാമഹ, ഞങ്ങൾ കൂട്ടിയിട്ട് പൊക്കോട്ടെ, ഞങ്ങൾ പ്രകർഷേണ നയിച്ചു കൊണ്ടുപോകട്ടെ. എന്തിനായിക്കൊണ്ട്? മാതൃശോക അപനുത്തയേ, ആ അമ്മയുടെ ശോകത്തിന്റെ അപനോദനത്തിനായിക്കൊണ്ട്. ശോകാപനോദനം, ശോകത്തിന്റെ നാശത്തിനായിക്കൊണ്ട്, അമ്മയുടെ ശോകത്തെ നശിപ്പിക്കാനായിക്കൊണ്ട് ഞാൻ ഇവരെ കൊണ്ടുപോകട്ടെ. തതഃ ശാപാദ് വിനിർമുക്താഹ, അനന്തരം അവര് ശാപത്തിൽ നിന്ന് വിശേഷേണ നിർമുക്തരായിട്ട് ലോകം യാസ്യന്തി വിജ്വരാഹ, അവർ വിജ്വരന്മാരായി, അവരുടെ ജ്വരമെല്ലാം പോയിട്ട്, അവരുടെ പീഡകളെല്ലാം പോയിട്ട്, അവർ സ്വസ്ഥരായിട്ട് അവരുടെ ലോകത്തിലേക്ക് യാസ്യന്തി, ദേവലോകത്തേക്ക് തന്നെ തിരിച്ചു പോകും. അവർ ദേവന്മാരായിട്ടാണ് മരീചിയുടെ പുത്രന്മാരായി അവതരിച്ചത്. പക്ഷെ ശാപം കൊണ്ടാണ് 3 ജന്മങ്ങൾ അസുര യോനികളിലൂടെ, 2 ജന്മം അസുര യോനിയില്, 1 ജന്മം ദേവകിയുടെ യോനിയില്, പക്ഷേ അസുരന്റെ കൈകൊണ്ട് കൊല്ലപ്പെടാനുള്ള യോഗം. അപ്പൊ അവര് ഞാൻ കൊണ്ടുപോയി അമ്മയുടെ ദുഃഖം തീർത്തു കൊടുത്ത് പിന്നീട് അവർ ശാപത്തിൽ നിന്ന് വിനിർമുക്തരായിട്ട് വിജ്വരന്മാരായി, എല്ലാ ശാപപീഡകളും കഴിഞ്ഞവരായി ലോകം യാസ്യന്തി, ദേവലോകം യാസ്യന്തി, അല്ലെങ്കിൽ ബ്രഹ്മലോകം യാസ്യന്തി, മരീചേഹേ ലോകം യാസ്യന്തി. അച്ഛൻ്റെ കൂടെ ബ്രഹ്മലോകത്ത് അവർക്ക് സ്ഥാനമുണ്ട്, അവിടേക്ക് തിരിച്ചു പോകും. ഇതാണ് പറഞ്ഞത്. അപ്പോൾ ശാപം കൊണ്ടാണ് അവര് ഇങ്ങനെ ജന്മങ്ങൾ കടന്നു വന്നത്.
പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഠരേ ശയനം. ഇപ്പം നമ്മളുമൊക്കെ ഏതോ ശാപം കൊണ്ടാണ് ഈ വഴിക്കൊക്കെ വന്നിരിക്കുന്നത്. നമുക്കും ശാപമുക്തിക്ക് ഇപ്പം എന്താ ഇപ്പം ചെയ്യുക? ഭഗവാനെ മുറുക്ക പിടിക്കുക. ശാപമുക്തരായി നമുക്കും നമ്മുടെ ലോകത്തേക്ക് തിരിച്ചു പോകാം. ഏതാ നമ്മുടെ ലോകം? നമ്മളൊക്കെ വന്നത് വൈകുണ്ഠത്തുനിന്ന്. വൈകുണ്ഠത്തുനിന്ന് എങ്ങനെയോ പതിച്ചു. ജയവിജയന്മാർക്ക് സനകാദികൾ ശാപം കൊടുത്തു. ഇതുപോലെ ഇവിടെ പൂർണ്ണ മരീചി പുത്രന്മാർക്ക് ബ്രഹ്മദേവന്റെ ശാപം കിട്ടി. ഇതുപോലെ നമ്മളും എവിടുന്ന് ആരുടെ ശാപം കൊണ്ടാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥയെ പ്രാപിച്ചിരിക്കണമെന്ന് അറിയില്ല. എന്തായാലും മോക്ഷത്തിനായിക്കൊണ്ട് നമുക്ക് പ്രയത്നിക്കാം. ഭഗവാനെ ഭജിക്കുക. എല്ലാ ശാപങ്ങളിൽ നിന്നും എന്നേക്കുമായി മോചനം. തിരിച്ച് ഭഗവാന്റെ ലോകത്തേക്ക്, നമ്മുടെ ലോകത്തേക്ക് പോകാം. ഭഗവാന്റെ ലോകമല്ല, നമ്മുടെ ലോകത്തേക്ക് പോകാം. വിജ്വരരായി പോകാം. അപ്പോൾ അതിനാണ് ഈ കഥയും പറയുന്നത്. അവരുടെ പേരുകൾ എടുത്തു പറയണു. ഈ 6 പേര് മഹാബലിയുടെ മക്കളായിട്ട് ഇപ്പോൾ ഇരിക്കുന്നുണ്ടല്ലോ. അവരുടെ പേരുകൾ: സ്മരോദ്ഗീത, പരിഷ്വംഗ, പതംഗ, ക്ഷുദ്രഭൃഗൃണീ, ഷഡിമേ മത്പ്രസാദേന പുനർയാസ്യന്തി സദ്ഗതിം. സ്മരോദ്ഗീത, പരിഷ്വംഗ, പതംഗ, ക്ഷുദ്രഭൃഗൃണീ, ഷഡിമേ മത്പ്രസാദേന പുനർയാസ്യന്തി സദ്ഗതിം. മഹാബലിക്ക് ഒരുപാട് പുത്രന്മാരുണ്ട്. അതിൽ പ്രമുഖനായിട്ടുള്ള ഒരാളാണ് ബാണൻ, അല്ലേ? ബാണൻ ഭൂമിയിൽ ഉണ്ട് ഇപ്പോഴും. ഭഗവാന്റെ സംബന്ധിയാണ്. അനിരുദ്ധന്റെ ഫാദർ ഇൻ ലോ ആയിട്ട് ശോണിതപുരത്ത് ബാണൻ എന്ന രാജാവ്, അസുര രാജാവ് വിഹരിക്കുന്നുണ്ട്. ആരുടെ പുത്രനാണ്? മഹാബലിയുടെ പുത്രനാണ്. അപ്പോൾ ബാണൻ ഭൂമിയിലുണ്ട്. ഇവിടെ വേറെയും മക്കളുണ്ട്. അതിൽ പർട്ടിക്കുലർലി ആരുടെയൊക്കെ എന്ന പേര് പറയുകയാണ്. അപ്പോൾ മഹാബലിക്ക് ഭാര്യമാര് വേറെ ഉണ്ടാവും. വിന്ധ്യാവലി അല്ലാതെ വേറെയും ഭാര്യമാരുണ്ട്. അപ്പോൾ അതിൽ ഈ 6 പേരുടെ പേരെടുത്ത് പറയണു. സ്മരോദ്ഗീത. അപ്പൊ 2 പേരാണ്, സ്മരനും ഉദ്ഗീതനും. സ്മരൻ, ഉദ്ഗീതൻ, പരിഷ്വങ്കൻ, പതങ്കൻ, ക്ഷുദ്രഭൃത്ത്, ഗൃണീ. 6 പേര്. സ്മരോദ്ഗീതൻ എന്ന് പറയുന്നത് സ്മരനും ഉദ്ഗീതനും, പരിഷ്വങ്കൻ, പതങ്കൻ, ക്ഷുദ്രഭൃത്ത്, ഗൃണി. ഇമേ ഷഡിമേ. ഈ 6 പേര് മൽപ്രസാദേന പുനഃ സദ്ഗതിം യാസ്യന്തി. എന്റെ പ്രസാദം കൊണ്ട് വീണ്ടും അവര് ആ സദ്ഗതിയെ പ്രാപിക്കും. ശാപമോക്ഷം നേടി അവരുടെ ലോകത്തെ പ്രാപിക്കും. അപ്പൊ ഈ 6 മക്കളെ എനിക്ക് വിട്ടുതരണം. ഇതാണ് വന്ന കാര്യം. ഭഗവാൻ ഡയറക്റ്റായിട്ട് അവതരിപ്പിച്ചു. വളരെ ചുരുക്കി അവതരിപ്പിച്ചു. സംശയമില്ലാത്ത രീതിയിൽ അവതരിപ്പിച്ചു. ഇത്യുക്ത്വാ താൻ സമാദായ ഇന്ദ്രസേനേന പൂജിതൗ പുനർദ്വാരവതീം ഏത്യ മാതുഃ പുത്രാൻ അയച്ഛതാം. ഇത്യുക്ത്വാ താൻ സമാദായ ഇന്ദ്രസേനേന പൂജിതൗ പുനർദ്വാരവതീം ഏത്യ മാതുഃ പുത്രാൻ അയച്ഛതാം. കാര്യം വേഗത്തിൽ കഴിഞ്ഞു. മഹാബലിക്ക് യാതൊരു വിരോധവുമില്ല. വേഗം കൊടുത്തു. അങ്ങനെ ഇതി ഉക്ത്വാ ഇന്ദ്രസേനേന പൂജിതൗ. ഇങ്ങനെ ഭഗവാൻ പറഞ്ഞപ്പോൾ അത് കേട്ട് ഇന്ദ്രസേനാൽ അഥവാ മഹാബലിയാൽ പൂജിതൗ രാമകൃഷ്ണൗ 2 പേരെയും ആയിക്കോട്ടെ, അതിനെന്താ വിരോധം എന്ന് പറഞ്ഞ് സൽക്കരിക്കപ്പെട്ടു. വേണ്ട പോലെ കൊടുക്കാൻ തയ്യാറായി. അങ്ങനെ പുത്രന്മാരെ തന്നെ സമ്മാനമായി ദാനമായി കൊടുത്തു. അങ്ങനെ ഇന്ദ്രസേനേന പൂജിതൗ. ആ 2 പേരും താൻ സമാദായ ദ്വാരവതീം ഏത്യ. താൻ ആ ബലിപുത്രാൻ താൻ സമാദായ 6 പേരെയും സ്വീകരിച്ചുകൊണ്ട് ദ്വാരവതീം ഏത്യ ദ്വാരവതിയിലേക്ക് പ്രാപിച്ചിട്ട്, ദ്വാരകാപുരിയിലേക്ക് പ്രാപിച്ചിട്ട് പിന്നെന്ത് ചെയ്തു? മാതുഹു പുത്രാൻ അയച്ഛതാം. ആ മാതാവിന് പുത്രന്മാരെ ദാനം ചെയ്തു. യച്ച് എന്നുള്ളത് ധാതു തന്നെയാണ്.
ദാനം ചെയ്തു എന്നർത്ഥം. ഇവിടെ അയച്ചതാം എന്നുള്ളത് ദിവചനമാണ്. രണ്ടുപേരും കൂടി കൊടുത്തു. ഒരാൾ പ്രത്യേകമായിട്ട് ക്രെഡിറ്റ് എടുത്തില്ല. ഞങ്ങൾ രണ്ടുപേരും പോയി കൊണ്ടുവന്നതാണ് എന്നുള്ള അർത്ഥത്തിൽ രണ്ടുപേരും കൂടി കൊടുത്തു. ഏകവചനം അയച്ചത്, ദിവചനം അയച്ചതാം. അപ്പോ പുത്രന്മാരെ ദാനം ചെയ്തു, അമ്മയ്ക്ക് സമർപ്പിച്ചു. താൻ ദൃഷ്ട്വാ ബാലകാൻ ദേവി പുത്രസ്നേഹസ്നുതസ്തനീ പരിഷ്വജ്യാംഗമാരോപ്യ മൂർധിനി അജിഗ്രത് അഭീക്ഷ്ണശഃ. താൻ ദൃഷ്ട്വാ ബാലകാൻ ദേവി പുത്രസ്നേഹസ്നുതസ്തനീ പരിഷ്വജ്യാംഗമാരോപ്യ മൂർധിനി അജിഗ്രത് അഭീക്ഷ്ണശഃ. താൻ ബാലകാൻ ദൃഷ്ട്വാ, ആ ബാലകന്മാരെ, അപ്പൊ ദേവകി പ്രസവിച്ച രൂപത്തിലാണ് ഭഗവാൻ കൊണ്ടു കൊടുക്കുന്നത്. ഭഗവാൻ യോഗമായ അധീശ്വരനാണ്. വല്ല പ്രയാസമുണ്ടോ ഈ കുട്ടികളുടെ വേഷമൊക്കെ മാറ്റി കൊണ്ടുവരാൻ? അങ്ങനെ അമ്മ പ്രസവിച്ചതുപോലെ കൊണ്ടുവന്നു കൊടുത്തത് കണ്ടിട്ട് ദൃഷ്ട്വാ, അല്ല മഹാബലിയുടെ മക്കളായിരിക്കുമ്പോൾ അവിടെ നല്ല മീശക്കാരൊക്കെ ആയിരിക്കും, ആ രൂപത്തിലല്ല കൊണ്ടുവന്നു കൊടുത്തത്. പുത്രസ്നേഹസ്നുതസ്തനീ ദേവി, ആ പുത്രസ്നേഹം കൊണ്ട് സ്നുതസ്തനി, ചുരക്കുന്ന മുലയോടുകൂടിയവളായ ദേവി, മുലപ്പാൽ ചുരക്കുന്നവളായിട്ട് പുത്രവാത്സല്യം കൊണ്ട് ചുരക്കുന്ന മുലയോടുകൂടിയവളായ ദേവി പരിഷ്വജ്യ അംഗമാരോപ്യ, ആലിംഗനം ചെയ്ത് ഓരോ കുട്ടികളെയും മടിയിലെടുത്ത് വെച്ച് ആലിംഗനം ചെയ്ത്, അതാണ് അംഗം ആരോപ്യ, മടിയിൽ എടുത്തു വെച്ചിട്ട് മൂർധിനി അഭീക്ഷ്ണശഃ അജിഗ്രത്, ഓരോ കുട്ടികളുടെയും മൂർധാവില് അഭീക്ഷ്ണശഃ എന്ന് പറഞ്ഞാൽ മതിയാവോളം പല പ്രാവശ്യം ഘ്രാണനം ചെയ്തു, മൂർധാവിൽ നുകർന്നു. അങ്ങനെ ഘ്രാണിച്ചുകൊണ്ട് ഉമ്മ വെച്ചുകൊണ്ടൊക്കെ കുറെ നേരം ഓരോ കുട്ടികളെയും മടിയിൽ മാറി മാറി ഇരുത്തി ലാളിച്ചു. മുലയും കൊടുത്തു, കുട്ടികൾക്ക് പാലും കൊടുത്തു എന്നർത്ഥം. താൻ ദൃഷ്ട്വാ ബാലകാൻ ദേവി പുത്രസ്നേഹസ്നുതസ്തനീ പരിഷ്വജ്യാംഗമാരോപ്യ മൂർധിനി അജിഗ്രത് അഭീക്ഷ്ണശഃ. അപായയത് സ്തനം പ്രീതാ സുതസ്പർശ പരിപ്ലുതാ മോഹിതാ മായയാ വിഷ്ണോഃ യയാ സൃഷ്ടിഃ പ്രവർത്തതേ. അപായയത് സ്തനം പ്രീതാ സുതസ്പർശ പരിപ്ലുതാ മോഹിതാ മായയാ വിഷ്ണോഃ യയാ സൃഷ്ടിഃ പ്രവർത്തതേ. സുതസ്പർശ പരിപ്ലുതാ സ്തനം അപായയത്. അപ്പോൾ സുതസ്പർശ പരിപ്ലുത, ആ പുത്രന്മാരെ സ്പർശിച്ചപ്പോൾ ഒഴുകുന്ന സ്തനത്തോടു കൂടിയവൾ. പരിപ്ലുതം എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ഇവിടെ ആർദ്രമായത്, ഒഴുകുന്നത് എന്നൊക്കെ അർത്ഥം. നനഞ്ഞൊഴുകുന്നതായിട്ടുള്ള സ്ഥലത്തോടു കൂടിയവൾ ആ മക്കൾക്ക് മോഹിതയായിട്ട്, മോഹിതാ പ്രീതാ. എന്താ അതിനൊക്കെ കാരണം? വിഷ്ണോഹോ മായയ, ഭഗവാന്റെ ആ ഒരു മായ തന്നെയാണ് സ്നേഹവാത്സല്യങ്ങൾ എല്ലാം ഉണ്ടാക്കുന്നത്, അല്ലേ? നമ്മളെയൊക്കെ ഓരോന്ന് കാണുമ്പോൾ അതിൽ ആഗ്രഹം ജനിപ്പിക്കുന്നതും സ്നേഹം ജനിപ്പിക്കുന്നതും പാശം ജനിപ്പിക്കുന്നതും വാത്സല്യമുണ്ടാക്കുന്നതും ഒക്കെ ഭഗവാന്റെ മായ തന്നെയാണ്. ഈ ലോകം നിലനിൽക്കണമെങ്കിൽ ഈ സ്നേഹപാശമൊക്കെ വേണം. അപ്പൊ ഈ മാതൃസ്നേഹം എന്ന് പറയുന്നത് ഭഗവാന്റെ മായ തന്നെയാണ്. മായ, ആ മായ കൊണ്ട് ഭഗവാൻ ഓരോ മാതാക്കൾക്കും ആ പുത്രവാത്സല്യം സ്നേഹം ഉണ്ടാക്കുന്നു. അതില്ലെങ്കിൽ ഈ ലോകം നിലനിൽക്കില്ല. എല്ലാവരും സ്വാർത്ഥരായിക്കൊണ്ട് ആരെയും സ്നേഹിക്കാനില്ല എന്ന മട്ടില് എൻ്റെ കാര്യം നോക്കുക, എൻ്റെ സുഖം നോക്കുക, എൻ്റെ നാവിനെ സുഖിപ്പിക്കുക, എൻ്റെ മൂക്കിനും എൻ്റെ കാതിനും കണ്ണിനും സുഖം കൊടുക്കുക, എൻ്റെ ത്വക്കിന് വേണ്ട സ്പർശസുഖം കൊടുക്കുക, ഇത്രയൊക്കെ വേണ്ടൂ, വേറെ ആരെയൊന്നും സുഖിപ്പിക്കാനില്ല എന്ന് തോന്നും. അപ്പോൾ ഭഗവാൻ തൻ്റെ മായ കൊണ്ടാണ് എല്ലാവർക്കും പരസ്പരം സ്നേഹം ജനിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് അമ്മമാർക്ക് മക്കളിൽ സ്നേഹം ജനിപ്പിക്കുന്നത് ഈ ലോകം നിലനിൽക്കാൻ വേണ്ടി. ഭഗവാൻ വിഷ്ണുവിൻ്റെ മായ, ആ മായയില്ലെങ്കിൽ ഈ ലോകം ഇല്ല. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഈ മായയ്ക്ക് അതീതരായിരിക്കണമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവർ ഒന്ന് വിവാഹം കഴിക്കണ്ട, പ്രസവിക്കണ്ട എന്നൊക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നത്.
പ്രസവിച്ചാൽ തന്നെ ചിലർക്ക് ഒട്ടും കുട്ടികളോട് സ്നേഹമില്ല, ചിലർ കൊന്നുകളയുന്നത് പോലും കാണുന്നു. അപ്പോൾ ഇത് പറയുന്നുണ്ട് ഇവിടെ. അതാണ് വിഷ്ണോഹോ മായയാ മോഹിത പ്രീത സ്തനം പായയിത്വ, അല്ലെങ്കിൽ സ്തനം അപായത് യയാ സൃഷ്ടി പ്രവർത്തതേ. യയാ എന്ന് പറഞ്ഞാൽ യയാ മായ, ഏതൊരു വിഷ്ണുവിൻ്റെ മായ കൊണ്ടാണോ ഈ സൃഷ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഈ സൃഷ്ടി നിലനിൽക്കുന്നത് ഭഗവാന്റെ മായാശക്തി കൊണ്ട് തന്നെയാണ്. ആ മായ ഇവിടെ ദേവകിയിലും ആ മാതൃവാത്സല്യമായിട്ട് കുട്ടികളോട് പ്രകടിപ്പിക്കുകയാണ്. പീത്വാമൃതം പയസ്തസ്യാഹ പീതശേഷം ഗതാമൃതഃ നാരായണാംഗ സംസ്പർശ പ്രതിലബ്ധാത്മദർശനാഃ. പീത്വാമൃതം പയസ്തസ്യാഹ പീതശേഷം ഗതാമൃതഃ നാരായണാംഗ സംസ്പർശ പ്രതിലബ്ധാത്മദർശനാഃ. അപ്പോ ഇവിടെ പീത്വാ അമൃതം പയഃ തസ്യാഹ, തസ്യാഹ അമൃതം പയഃ പീത്വ, അവളുടെ അമൃതമായിരിക്കുന്ന പയസ്സിനെ പാലിനെ കുടിച്ചു, അവര് കുടിച്ചിട്ട്. അപ്പൊ എങ്ങനെയുള്ളത്? ഗതാമൃത പീതശേഷം, ഗതാമൃത്ത് ഗതാധരൻ ഭഗവാൻ, ഭഗവാന്റെ പീതശേഷം എന്ന് പറഞ്ഞാലോ ഭഗവാൻ മുമ്പേ കുടിച്ചിട്ടുണ്ട് ആ അമ്മയുടെ സ്തന്യം. അപ്പോൾ അമ്മയുടെ സ്ഥാനത്തിൽ ഭഗവാൻ കുടിച്ചതുകൊണ്ട് ഇപ്പൊ ഇവര് അനുജന്മാരായി എന്ന് പറയാൻ വേണമെങ്കിൽ, ജ്യേഷ്ഠന്മാരായി ജനിച്ചുവെങ്കിലും പിന്നാലെയാണ് പാല് കുടിക്കുന്നത്. അങ്ങനെ ഭഗവാന്റെ ഉച്ഛിഷ്ടം അഥവാ ഭഗവാന്റെ പ്രസാദം കഴിക്കാൻ ഭാഗ്യം ലഭിച്ചു. അങ്ങനെ പ്രസാദം കഴിച്ചതുകൊണ്ട് അതാണ് ഗതാമൃത പീതശേഷം തസ്യാഹ അമൃതം പയഃ പീത്വ നാരായണ അംഗസംസ്പർശ പ്രതിലബ്ധാത്മദർശനാഹ. അവരെന്തായി? ഇവിടെ ഭഗവാന്റെ അംഗസംഗവും ഉണ്ടായി. ഭഗവാൻ അവരെ അവിടുന്ന് കൂട്ടിയിട്ട് വരുമ്പോൾ മഹാബലിയുടെ പുത്രന്മാരെ മായ കൊണ്ട് ഈ കുഞ്ഞുങ്ങളാക്കി മാറ്റി എടുത്തോണ്ടാ വന്നത് അല്ലേ? ഏട്ടനും അനുജനും മാറി മാറി എടുത്തിട്ടുണ്ടാവും ഈ 6 പേരെയും. അപ്പൊ അംഗസംസ്പർശമൊക്കെ ഉണ്ടായി. അങ്ങനെ ഭഗവാന്റെ നാരായണന്റെ അംഗസംസ്പർശം കൊണ്ട് പ്രതിലബ്ധ ആത്മദർശനാഹ, പ്രതിലബ്ധം തിരിച്ചു കിട്ടിയതായിട്ടുള്ള ആത്മദർശനം, ആത്മജ്ഞാനം, തങ്ങൾ ആരായിരുന്നു എന്നുള്ള ജ്ഞാനവും തങ്ങളുടെ സ്വരൂപം എന്താണെന്നുള്ള ജ്ഞാനവും. അപ്പോൾ സ്വരൂപജ്ഞാനവുമുണ്ട്, അതേസമയം ഏതു വേഷത്തിലായിരുന്നു? മരീചിയുടെ പുത്രന്മാരായിരുന്നു. അവിടുന്ന് അബദ്ധം പറ്റിയിട്ടാണ്, വിസ്മൃതി ഉണ്ടായതുകൊണ്ടാണ് ഈ ഇങ്ങനെ പതനം പറ്റിയത്. ഇനി ഈ ഒരു വിസ്മൃതി ഉണ്ടാവില്ല എന്ന മട്ടില് അവര് സന്തോഷിച്ചു. പ്രതിലബ്ധ ആത്മദർശനാഹ, നാരായണന്റെ അംഗസംസ്പർശം കൊണ്ട് ലഭിച്ചതായിട്ടുള്ള, തിരിച്ചു കിട്ടിയതായിട്ടുള്ള ആത്മബോധത്തോടു കൂടിയവരായിട്ട് ഭവിച്ചു. തേ നമസ്കൃത്യ ഗോവിന്ദം ദേവകീം പിതരം ബലം മിഷതാം സർവഭൂതാനാം യയുർധാമ ദിവൗകസാം. തേ നമസ്കൃത്യ ഗോവിന്ദം ദേവകീം പിതരം ബലം മിഷതാം സർവഭൂതാനാം യയുർധാമ ദിവൗകസാം. തേ ഗോവിന്ദം ദേവകീം പിതരം ബലം നമസ്കൃത്യ. തേ ആ 6 പേരും ഗോവിന്ദനെ അഥവാ ഭഗവാനെയും ദേവകീം അമ്മയായ ദേവകിയെയും പിതരം പിതാവായ വസുദേവരെയും ബലം ബലരാമസ്വാമിയെയും നമസ്കൃത്യ നമസ്കരിച്ചുകൊണ്ട് സർവഭൂതാനാം മിഷതാം, അവിടെയുള്ള എല്ലാവരും നോക്കി നിൽക്കേ. സർവഭൂതാനാം മിഷതാം, മിഷതാം ഉന്മിഷതാം, എല്ലാരും കണ്ണു തുറന്ന് കണ്ണും തള്ളി നോക്കി നിൽക്കേ. ഇതെന്താ ഇവിടെ നടക്കണത്? എല്ലാരും ആശ്ചര്യത്തോടെ കണ്ണു തുറിച്ച് നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് ദിവൗകസാം ധാമ യയുഹു. ദിവൗകസാം ധാമ എന്ന് പറഞ്ഞാൽ ദേവലോകവാസികളായ ദേവന്മാരുടെ ധാമത്തിലേക്ക്, സ്ഥാനത്തിലേക്ക് യയുഹു യാനം ചെയ്തു. അപ്പോൾ ഊർധ്വലോകങ്ങളിലേക്ക് അവർ ഗമിച്ചു. യാത്ര പറഞ്ഞ് എല്ലാവരെയും നമസ്കരിച്ച് അനുഗ്രഹമെല്ലാം വാങ്ങിച്ച് ഊർധ്വലോകങ്ങളിലേക്ക്, ദേവലോകങ്ങളിലേക്ക് അവർ യാത്രയായി. എല്ലാവരും കണ്ടു നിൽക്കുക. അതാണ് സർവഭൂതാനാം മിഷത.
അപ്പോൾ എല്ലാവർക്കും ഒരു ഡെമോൺസ്ട്രേഷനായി ഇത്. എല്ലാവർക്കും ആത്മജ്ഞാനം കൊടുക്കുന്ന ഒരു സന്ദർഭമായി എന്ന് പറയുക. നമ്മളും കഥയിലൂടെ കേട്ടു അല്ലേ? നമ്മളും അവിടെ നടക്കുന്നതൊക്കെ ഇപ്പോൾ ഇവിടെ ഈ വ്യാസനും ശ്രീശുക ബ്രഹ്മർഷിയും സൂതനും നമുക്ക് പകർന്നു തരുന്ന വാങ്മയ ചിത്രത്തിലൂടെ ആ രംഗം കാണുകയാണ്. നമുക്കും ഈ തത്വം ബോധിക്കുകയാണ്. ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച. എന്നാൽ ആത്മാ അത് ജന്മരഹിതമാണ്, നാശരഹിതമാണ്. ന ജായതേ നോ മ്രിയതേ വാ കദാചിത്. ഈ തത്വം അറിയാനുള്ള കഥയാണിത്. തം ദൃഷ്ട്വാ ദേവകീ ദേവി മൃതാഗമന നിർഗമം മേനേ സുവിസ്മിതാ മായാം കൃഷ്ണസ്യ രചിതാം നൃപ. തം ദൃഷ്ട്വാ ദേവകീ ദേവി മൃതാഗമന നിർഗമം മേനേ സുവിസ്മിതാ മായാം കൃഷ്ണസ്യ രചിതാം നൃപ. ആ ദേവകീ ദേവി, ദേവകിയാകുന്ന ദേവി, തം മൃത ആഗമന നിർഗമം, ആ മരിച്ചവരുടെ ആഗമനവും നിർഗമവും. ആഗമനം വരവ്, നിർഗമം പോക്ക്, വരവും പോക്കും. ദൃഷ്ട്വാ കണ്ടിട്ട്, സുവിസ്മിത വളരെ വിസ്മയിച്ചവരായി, അത്ഭുത പരതന്ത്രയായി ദേവി. ഹേ നൃപ, അല്ലയോ പരീക്ഷിത് രാജാവേ, കൃഷ്ണസ്യ രചിതാം മായാം മേനേ, ഈ കൃഷ്ണനാൽ നിർമ്മിക്കപ്പെട്ട മായയാണ് എന്ന് അറിഞ്ഞു, വിചാരിച്ചു. കൃഷ്ണന്റെ ലീലയാണിത് എന്ന് വിചാരിച്ചു. അപ്പൊ മായാവിശേഷമാണെന്ന് മനസ്സിലാക്കി എന്നർത്ഥം. മേനേ ഏവം വിധാന്യത്ഭുതാനി കൃഷ്ണസ്യ പരമാത്മനഃ വീര്യാണ്യനന്തവീര്യസ്യ സന്ധ്യനന്ദാനി ഭാരത. ഏവം വിധാന്യത്ഭുതാനി കൃഷ്ണസ്യ പരമാത്മനഃ വീര്യാണ്യനന്തവീര്യസ്യ സന്ധ്യനന്ദാനി ഭാരത. ഇപ്പൊ ഭഗവാന്റെ കഥയെ ഉപസംഹരിക്കുകയാണ് ഇവിടെ. ഹേ ഭാരത, അല്ലയോ പരീക്ഷിത്തെ, ഭരതവംശത്തിന് തിലകമായിരിക്കുന്ന പരീക്ഷിത്തെ, അനന്തവീര്യസ്യ പരമാത്മനഃ കൃഷ്ണസ്യ, അനന്തമായ ശക്തിയോടുകൂടിയവനായ ആ പരമാത്മാവായ കൃഷ്ണന്റെ ഏവം വിധാനി അനന്താനി അത്ഭുതാനി വീര്യാണി സന്തി. ഏവം വിധാനി, ഇതുപോലെയുള്ളതായിട്ടുള്ള, അനന്താനി, അന്തമില്ലാത്തതായിട്ടുള്ള, അത്ഭുതാനി, സാധാരണ സംഭവങ്ങളല്ല, അത്ഭുതങ്ങളായ അലൗകികങ്ങളായ കാര്യങ്ങൾ, വീര്യാണി, അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ. ഈ ലോകത്തില് അദ്ദേഹം അവതരിച്ചപ്പോൾ ഒരുപാട് കഥകൾ ഇതുപോലെയുള്ളതുണ്ട്. എല്ലാമൊന്നും പറഞ്ഞാൽ തീരില്ല. ഓരോ ദിവസവും ഭഗവാന്റെ ലീലകളെ കൊണ്ട് നിറഞ്ഞതാണ് എന്ന് പറയാം. ഒരു നിമിഷം പോലും ഭഗവാൻ പാഴാക്കിയിട്ടില്ല കൃഷ്ണാവതാരത്തിൽ. നിരന്തരം പല ലീലകളും ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പം അങ്ങനെയുള്ള ഭഗവാന്റെ ലീലകൾ പറഞ്ഞാൽ തീരില്ല. വേണമെങ്കിൽ എന്താ പറയുക, ഈ ഭൂമിയിലുള്ള മൺതരികളെ മുഴുവൻ എണ്ണിത്തീർക്കാം. ഭഗവാന്റെ പരാക്രമങ്ങൾ, ഭഗവാന്റെ വീര്യങ്ങൾ, ഭഗവാന്റെ ലീലകൾ ഒരിക്കലും പറഞ്ഞു തീരാൻ സാധ്യമല്ല. ഭഗവാന്റെ മാഹാത്മ്യം പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദശമസ്കന്ധം തന്നെ കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ആര്? ശ്രീശുക ബ്രഹ്മർഷി. പക്ഷെ പരീക്ഷിത്ത് വിടുന്നില്ല. അടുത്ത അധ്യായത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പോഴാണ് കുറച്ചുകൂടി ചില കാര്യങ്ങൾ കൂടി പറയേണ്ടി വന്നത്. അതിൽ ആദ്യത്തെ കഥ തൻ്റെ പിതാമഹനായ അർജുനന്റെ പിതാമഹിയായ സുഭദ്രയുമായിട്ടുള്ള വിവാഹമാണ്. സുഭദ്രാഹരണം അടുത്ത അധ്യായത്തിൽ ആദ്യ ഭാഗം. അത് കഴിഞ്ഞ് സന്ദർഭവശാൽ ശ്രീശുക ബ്രഹ്മർഷി ഒരു കഥ കൂടി ആ അധ്യായത്തിൽ തന്നെ പറഞ്ഞു. ഭഗവാന്റെ മിഥിലാഗമനം. അത് ഭഗവാന്റെ ഒരു അത്ഭുത ലീലയാണ്. അത് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ലീലയാണ്. അപ്പോൾ
അതിനുള്ളൊരു സാഹചര്യം അർജുനന്റെ ആ സുഭദ്രാഹരണം കഥയിലൂടെ ഉരുത്തിരിഞ്ഞു വന്നു. ഇപ്പൊ നമുക്ക് ഇവിടെ സൂതൻ ഭഗവാന്റെ ലീലകളെ ഒരു ചെറിയൊരു ഉപസംഹാരം ചെയ്യും പോലെ സ്തുതിക്കുകയാണ്. സൂത ഉവാച യയിദമനുസൃണോതി ശ്രാവയേദ്വാ മുരാരേഃ ചരിതമമൃതകീർത്തേഃ വർണ്ണിതം വ്യാസപുത്രൈഃ ജഗദഗപിതലം തൽഭക്തസത്കർണപൂരം ഭഗവതി കൃതചിത്തോ യാതി തൽക്ഷേമധാമാം. സൂത ഉവാച യയിദമനുസൃണോതി ശ്രാവയേദ്വാ മുരാരേഃ ചരിതമമൃതകീർത്തേർവർണ്ണിതം വ്യാസപുത്രൈഃ ജഗദഗപിതലം തദ്ഭക്തസത്കർണപൂരം ഭഗവതി കൃതചിത്തോ യാതി തൽക്ഷേമധാമാം. സൂത ഉവാച. സൂതൻ തൽക്കാലം ഈ അധ്യായം കൺക്ലൂഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം നമുക്ക്. ഈ കഥയെ ഉപസംഹരിക്കുന്നു. യഹ ഇദം അനുസൃണോതി ശ്രാവയേദ്വാ മുരാരേഃ ചരിതം അമൃതകീർത്തേഃ വർണ്ണിതം വ്യാസപുത്രൈഃ. അപ്പോൾ ഭഗവാനെക്കുറിച്ച് മുരാരി അമൃതകീർത്തി, അമൃതകീർത്തേഃ മുരാരേഃ, അമൃതമായ കീർത്തിയോടുകൂടിയവൻ, ഒരിക്കലും നശിക്കാത്ത കീർത്തിയാണ് ഭഗവാന്റെ കീർത്തി, എല്ലാ കാലത്തും വാഴ്ത്തപ്പെടുന്നതാണ്. അങ്ങനെയുള്ള നാശരഹിതമായ കീർത്തിയോടുകൂടിയ മുരാരേഃ, ആ മുരാരിയുടെ ഇതം, ഇതം എന്ന് പറഞ്ഞാൽ ഇതം ചരിതം എന്ന് പിന്നീട് പറയുന്നുണ്ട്. ഇതം ചരിതം വർണ്ണിതം, ആരാൽ വർണ്ണിതം? വ്യാസപുത്രൈഃ വർണ്ണിതം. വ്യാസപുത്രൈഹി എന്നുള്ള പ്രയോഗം ബഹുവചന ശബ്ദമാണ്. വ്യാസപുത്രന്മാരാൽ എന്ന അർത്ഥം വരും അക്ഷരാർത്ഥത്തിൽ നോക്കിയാൽ. പക്ഷെ ഇവിടെ ഛാന്ദസം എന്ന് പറയാം. വ്യാസപുത്രേണ എന്നാ പറയേണ്ടിയിരുന്നത്, സുഖേന ഏകവചനമാണ് പറയേണ്ടിയിരുന്നത്. ബഹുമാന സൂചകമായിട്ട് വ്യാസപുത്രൈഹി എന്നെടുക്കാം. മറ്റൊരർത്ഥത്തിൽ ഛാന്ദസം എന്ന് പറയാം. ഛാന്ദസം എന്ന് പറഞ്ഞാൽ വേദ സാഹിത്യങ്ങളിലൊക്കെ ഗ്രാമർ ബാധകമല്ല. കാരണം ഗ്രാമർ പിന്നീടുണ്ടായതാണ്. ആരുടെ? പാണിനിയുടെ ഗ്രാമർ പിന്നീടുണ്ടായതാണ്. അപ്പോൾ പാണിനിയുടെ ഗ്രാമറിന് മുമ്പേ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് വേദങ്ങളിലെ സംസ്കൃതത്തിനോ പിന്നീട് അതിനെ അനുബന്ധിച്ചിട്ടുള്ള പല സാഹിത്യത്തിലും വരുന്ന കാര്യങ്ങൾക്കോ പാണിനീയ വ്യാകരണ നിയമങ്ങൾ ബാധകമല്ല. അതുകൊണ്ടാണ് അതിന് ഛാന്ദസം. ഛാന്ദസം എന്ന് പറഞ്ഞാൽ വേദത്തെ സംബന്ധിച്ചത്, വൈദികം എന്നർത്ഥത്തിലാണ്. പാണിനിക്കും മുമ്പേ ഉള്ളത്. അപ്പോൾ ഇവിടെ വ്യാസപുത്രൈഹി, വ്യാസപുത്രനാൽ എന്ന് നമുക്കെടുക്കാം. വർണ്ണിതം, വർണ്ണിക്കപ്പെട്ടതും. അലം ജഗത് അഘപിത്, ജഗത് അഘപിത്, ജഗത്തിലെ അഘത്തെ മുഴുവൻ ഭേദിക്കുന്നത് എന്ന് പറഞ്ഞാൽ പാപങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നത്. അലം, പര്യാപ്തമായത്. അപ്പോൾ ലോകത്തിലെ പാപങ്ങളെയെല്ലാം ശുദ്ധീകരിക്കാൻ പര്യാപ്തമായതാണ് ഭഗവാന്റെ ഈ കഥകൾ, ഈ ചരിതം. ഭക്തസത്കർണപൂരം, ഭക്തന്മാരുടെ സത്കർണങ്ങൾക്ക്, ശ്രേഷ്ഠങ്ങളായ കാതുകൾക്ക് അത് അലങ്കാരമാണ്. നമ്മുടെയൊക്കെ കാതുകൾക്ക് അലങ്കാരം നല്ല ജിമിക്ക് കമ്മലൊന്നുമല്ല, ഭഗവാന്റെ കഥകളാണ് കർണഭൂഷണം. അപ്പൊ സത്കർണപൂരം, കർണങ്ങൾക്ക് ആഭരണവുമായ ആ ഇതം ചരിതം തദിതം ചരിതം യഹ അനുസൃണോതി, ആരാണോ നിരന്തരം കേൾക്കുന്നത്. നിരന്തരം കേൾക്കാനും ഭാഗ്യം വേണം, സുഹൃതം വേണം. ശ്രാവയേദ്വാ, മറ്റുള്ളവരെ കേൾപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ ഭഗവതി കൃതചിത്തഃ, ഭഗവാനിൽ ചെയ്യപ്പെട്ട ചിത്തത്തോടുകൂടി, ഉറപ്പിച്ച മനസ്സോടുകൂടി ഇത് നിരന്തരം കേൾക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്നാൽ മനസ്സ് ഭഗവാനിൽ ഉറയ്ക്കും.
അങ്ങനെയായിട്ട് തക്ഷേമധാമ യാതി. ആ ഭഗവാന്റെ ധാമം അത് ക്ഷേമമായ ധാമമാണ്, ഏറ്റവും സുരക്ഷിതമായ ഏറ്റവും ആനന്ദമായിട്ടുള്ള ധാമമാണ് ഭഗവാന്റെ ധാമം. അതിലേക്ക് യാതി പ്രാപിക്കുന്നു. അപ്പോൾ ഈ ഭഗവാൻ മുരാരിയുടെ അമൃതകീർത്തിയുടെ ഇതുപോലെയുള്ള വ്യാസപുത്ര വർണ്ണിതമായിട്ടുള്ള ഈ ചരിതങ്ങൾ ആരാണോ നിരന്തരം കേൾക്കുകയോ മറ്റുള്ളവരെ കേൾപ്പിക്കുകയോ ചെയ്യുന്നത്, ഇത് ലോകത്തിന്റെ പാപത്തെ നശിപ്പിക്കാൻ പര്യാപ്തമായിട്ടുള്ളതാണ്, സജ്ജനങ്ങളുടെ കർണാഭരണമായി ശോഭിക്കുന്നതാണ്. അങ്ങനെയുള്ള ഈ ചരിതം നിരന്തരം കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നവർ ഭഗവാനിൽ മനസ്സുറച്ചവരായിട്ട് ഭഗവാന്റെ ധാമത്തെ, ക്ഷേമധാമത്തെ തന്നെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഇവിടെ ഉപസംഹരിക്കുന്നു. നാളെ നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം. ഹരി ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ മൃതാഗ്രജാനയനം നാമ പഞ്ചാശീതിതമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. അപ്പോൾ നമുക്ക് സുഭദ്രാഹരണം നാളെ കാണാം. എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഒരു സന്തോഷ വാർത്ത. നമ്മുടെ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 6 വർഷം കൂടുമ്പോൾ നടക്കുന്നതായിട്ടുള്ള മുറജപം എന്നുള്ളൊരു യജ്ഞം 2019 മറ്റോ നടന്നതാണ്. ഇപ്പോൾ ദാ വീണ്ടും നടക്കുകയാണ് ഗംഭീരമായിട്ട്. സാധാരണ 3 വേദങ്ങളെ 8 ദിവസം കൊണ്ട് ഒരാവർത്തി പാരായണം ചെയ്ത്, ആ ഒരാവർത്തിക്കാണ് ഒരു മുറ എന്ന് പറയുന്നത്. അങ്ങനെ 7 പ്രാവശ്യം പാരായണം ചെയ്യും. അങ്ങനെ 56 ദിവസമാണ് ഈ ചടങ്ങ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. അപ്പോൾ ഈ വർഷം അഥർവവേദവും കൂടി അതിൻ്റെ പണ്ഡിതന്മാരെയും കൂടി ചേർത്തു. അപ്പോൾ ഓരോ ഭാഗത്താണ് ഇവർ ഓരോ ഭാഗത്തായിട്ടിരുന്ന് 4 വേദങ്ങളും 4 തരം പണ്ഡിതന്മാർ ഗ്രൂപ്പുകൾ പാരായണം ചെയ്യും. രാവിലെയും വൈകുന്നേരവും. വൈകുന്നേരം ജലജപം എന്നാണ് അതിന് പറയുക. ആ പത്മതീർത്ഥത്തിൻ്റെ ചുറ്റും നിന്നുകൊണ്ടാണ് ജപിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 8 ദിവസം കൂടുമ്പോൾ ഓരോ ആവർത്തി പൂർത്തീകരിക്കും. അപ്പോൾ അതോടനുബന്ധിച്ച് അവിടെ വിഷ്ണു സഹസ്രനാമം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒക്കെ ഉണ്ട്. അതിനോടുകൂടെ വിഷ്ണു സഹസ്രനാമം വ്യാഖ്യാനം പഠിച്ചിരുന്നു. ഇപ്പോൾ ഇടയിൽ ചിദാനന്ദപുരി സ്വാമിജിയുടെ വ്യാഖ്യാനത്തോട് കൂടിയിട്ട് ഇപ്പോൾ ഈ മുറജപത്തോടനുബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി ഇതോടൊപ്പം പഠിപ്പിക്കാനായിട്ട് നേരത്തെ തന്നെ ആലോചനയുണ്ടായിരുന്നു. അപ്പോൾ അത് തീരുമാനമായി. അത് ശ്രീ പത്മനാഭ ശതകം എന്ന് പറയുന്ന പത്മനാഭസ്വാമിയെ സ്തുതിക്കുന്ന ഒരു 100 ശ്ലോകങ്ങളാണ്. അത് 10 ദശകങ്ങളായി തിരിച്ചിരിക്കുകയാണ്. 10 × 10 10 ദശകങ്ങളുള്ള 10 ശ്ലോകങ്ങളുള്ള 10 അധ്യായങ്ങൾ എന്ന് പറയാം. അപ്പോൾ അത് 100 ശ്ലോകങ്ങൾ. അതുകൊണ്ടാണ് ശതകം എന്ന് പേര്. ഒരു ചുരുങ്ങിയ നാരായണീയമാണ്, മിനി നാരായണീയം. ഇതാരാ രചിച്ചത് വെച്ചാൽ മഹാരാജ സ്വാതി തിരുനാൾ. അത്യത്ഭുതമായിട്ടുള്ള രചനയാണ്. അദ്ദേഹം തന്നെ മറ്റൊരു നാരായണീയം തന്നെ രചിച്ചിട്ടുണ്ട്.
ഈ മേൽപ്പത്തൂരിൻ്റെ നാരായണീയത്തിന് സമാനമായിട്ട് ഭക്തിമഞ്ജരി എന്ന് പറഞ്ഞിട്ട് 100 ദശകങ്ങളുള്ള 1000 ശ്ലോകങ്ങളുള്ള ഒരു ഭാഗവതത്തിൻ്റെ സംഗ്രഹമുണ്ട് അദ്ദേഹത്തിൻ്റെ. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പോൾ എന്തായാലും ഇതിനോടനുബന്ധിച്ച് മുറജപത്തോടനുബന്ധിച്ച് ഈ ശ്രീ പത്മനാഭ ശതകം പഠിപ്പിക്കാനായിക്കൊണ്ട് അവിടുത്തെ തന്ത്രിവര്യൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പത്മനാഭ ഭക്തമണ്ഡലി എന്ന ഗ്രൂപ്പിലൂടെ അതിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. നാളെ മുതൽക്ക് അതിൻ്റെ ക്ലാസ്സുകൾ വ്യാഖ്യാനങ്ങൾ വരും. അപ്പോൾ അത് നമ്മളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് പത്മനാഭസ്വാമി. അതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഒരു ദിവസം 2 ശ്ലോകം വീതം ആണ്. ബുക്കിപ്പോൾ അത് മാത്രമായിട്ട് അവൈലബിൾ ഇല്ല. നമുക്ക് പ്രിൻറ്റിങ് വേണമെങ്കിൽ ആലോചിക്കണം. ശ്ലോകങ്ങൾ അന്നന്നാൾ വാട്സപ്പിലൂടെ അയച്ചു തരും. ഏത് ശ്ലോകമാണ് അന്നന്നാൾ എടുക്കുന്നത് എന്നിട്ടൊരു 10 ശ്ലോകം ഒരു ദശകം ഒന്നിച്ചും അയച്ചു തരും. നമ്മൾ സൗന്ദര്യലഹരി ചെയ്തതുപോലെ ചെയ്യും. പുസ്തകം നമ്മൾ പ്രിൻ്റ് ചെയ്യാനായിട്ട് ആലോചിക്കാം. എത്ര പേര് ആവശ്യപ്പെടുന്നുണ്ട് നോക്കിയിട്ട് വേണമെങ്കിൽ അത് DTP ചെയ്ത് പുസ്തകം ഇറക്കാൻ നോക്കാം. വലിയ അക്ഷരത്തിൽ സൗന്ദര്യലഹരി പോലെ 100 ശ്ലോകങ്ങൾ. അത് ഓരോ ദശകങ്ങളും വൃത്തം മാറി മാറി വളരെ മനോഹരമായിട്ടാണ്. മേൽപ്പത്തൂരിൻ്റെ അതേ ശൈലിയാണ് സ്വാതി തിരുനാളും സ്വീകരിച്ചിരിക്കുന്നത്. മനോഹരമാണ്. അപ്പോൾ നാളെ രാവിലെ തൊട്ട് അത് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങളും വേണ്ടവരൊക്കെ പത്മനാഭ ഭക്തമണ്ഡലിയുടെ ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിലോ ചേരുക. ചേർന്നിട്ടില്ലാത്തവർ അതിലേക്ക് നമുക്ക് പങ്കുവെക്കാവുന്നതാണ്. നോക്കാം നമുക്ക്. അപ്പോൾ അതൊന്ന് അറിയിക്കുകയാണ്. നാളെ മുതൽക്കാണ് അതിൻ്റെ ക്ലാസ്സുകൾ. ഈ മുറജപം തീരുന്നതിന് മുമ്പ് തീരുന്ന പോലെ. മുറജപം അവസാന ദിവസമാണ് ലക്ഷദീപം. മകരവിളക്ക് ദിവസം ജനുവരി 14 അവിടെ മുറജപ സമർപ്പണത്തിന് മുമ്പായിട്ട് ലക്ഷദീപമുണ്ട്. ആ ലക്ഷദീപത്തിന് വലിയ പ്രദക്ഷിണമൊക്കെ ഉണ്ടാവും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റും. ആ സമയത്ത് ഇത് പാടിക്കൊണ്ട് അറിയുന്നവരെല്ലാവരും കൂടി നാമജപങ്ങൾ ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ ഇത് കീർത്തനം പാടിക്കൊണ്ട് ചെയ്യണം എന്നും ആവശ്യം വന്നിട്ടുണ്ട്. പത്മനാഭ ഭക്ത മണ്ഡലിയുടെ വിഷ്ണു സഹസ്രനാമ ഗ്രൂപ്പുകൾ ഉണ്ട് ഓൾറെഡി. അതല്ലെങ്കിൽ നമ്മുടെ ദേവി മാഹാത്മ്യ തരംഗിണി അല്ലെങ്കിൽ ആർഷതീർത്ഥം നാമജപം ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതിലൂടെ ഇടാൻ നോക്കാം. നമ്മൾ ശ്രീവള്ളി ടീച്ചറോട് പറയാം. ആർഷതീർത്ഥം ഗ്രൂപ്പിൽ ഇടാൻ നോക്കാം. ആർഷതീർത്ഥത്തിലുള്ളവർക്ക് അതിലൂടെ കിട്ടാം. അത് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്തോളൂ. എല്ലാവരും പഠിക്കട്ടെ. ചുരുങ്ങിയ മിനി നാരായണീയം എന്ന് പറയാം. 100 ശ്ലോകങ്ങൾ. അതിൻ്റെ ഡീറ്റെയിൽസ് നാളെ കിട്ടും പറയാം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി.